അതുകൊണ്ട് പാപം പേറി നടക്കുന്ന മനുഷ്യ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മരണത്തിനു മുമ്പായി പരലോകത്തേക്ക് വേണ്ടി നാളത്തേക്ക് വേണ്ടി ഒരു ഒരുക്കം നടത്താൻ ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാനോ ആമുഖത്തിൽ ഓതിവച്ച വചനത്തിലേക്കൊന്ന് കടന്നു വരട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ, ഏറ്റവും നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക്, നല്ല ജീവിതം കൈവരിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മേത്തരം സ്വർഗം നൽകി അനുഗ്രഹിക്കും. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഞാൻ ആമുഖത്തിൽ ഓതിവച്ചതാണ്, ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്നാ, അല്ലാഹുവിന് ഉത്തരം നൽകിയ ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നല്ല പ്രതിഫലം, മേത്തരം സ്വർഗം അവർക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അൽ ഹുസ്ന അൽ ജന്നത്തു കുല്ലു, സ്വർഗം മുഴുവൻ അവർക്കുള്ളതാണ്. അല്ലാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലദീന ലം യസ്തജീബൂ ലഹു, അല്ലാഹുവിന് ഉത്തരം നൽകാത്ത മനുഷ്യന്മാർ ആരാണോ അവരെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടെ ചിന്തിക്കാൻ ഖുർആൻ പറയുന്നു, വല്ലദീന ലം യസ്തജീബൂ ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബി, അവർക്കൊരു ദിവസം വരാനുണ്ട്, പാരത്രിക ലോകത്ത് അല്ലാഹു നരകത്തിലിട്ട് ശിക്ഷിക്കുമ്പോ ആ റബ്ബിന്റെ മുമ്പിൽ ഈ പാപികൾ അല്ലാഹുവിന് ഉത്തരം നൽകേണ്ടുന്ന രീതിയിൽ ഉത്തരം നൽകാതെ നിർബന്ധമായ കാര്യങ്ങൾ, ഫർളായ ഇബാദത്തുകൾ കണിശത പാലിക്കാതെ ശ്രദ്ധിക്കാതെ, ഐച്ഛികമായ ഇബാദത്തുകൾ, നല്ല നല്ല നന്മകൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തിന്മകളിൽ കടന്നുകൂടിയിട്ടുള്ള മനുഷ്യന്മാർ, അവർ നാളെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കുമ്പോൾ പറയും, ആ ദിവസത്തെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബി, ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സർവ്വതും അതുപോലെ മറ്റൊരു ഭൂമിയും ആ ഭൂമിയിലുള്ള സർവ്വതും, അഥവാ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ കണ്ട എന്തെല്ലാം ഉണ്ടോ, അവൻ കാണാത്ത എന്തെല്ലാം ഉണ്ടോ, ഈ ഭൂമിയും അതിലുള്ള സർവ്വതും അതുപോലെ മറ്റൊരു ഭൂമിയും അതിലുള്ള സർവ്വതും അല്ലാഹുവേ ദണ്ഡമായി പകരം ഞാൻ തരാം, ഈ അദാബിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്ന് റബ്ബിനോട് കെഞ്ചി ചോദിക്കുന്ന ആ കെഞ്ചലിലോ യാചനയിലോ ഒരിക്കലും അവൻക്ക് ഫലം കാണാൻ സാധ്യമല്ല. നാശത്തിന്റെ ദിവസം, ഹലാക്കിന്റെ അദാബിന്റെ ദിവസം അവർക്ക് വരാനിരിക്കുന്നു. അവർ അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ യാചിച്ചു കൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഉലൈക ലഹും സൂഉൽ ഹിസാബ്, അവർക്കാണ് ഏറ്റവും മോശമായ വിചാരണയുള്ളത്. എന്നിട്ടോ അവരുടെ മടക്കസ്ഥാനം വളരെ മോശമായ മടക്കസ്ഥാനമാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ ആ റബ്ബിന് ഉത്തരം നൽകിയവരിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പെടുമോ? നമ്മുടെ ഫർളായ ഇബാദത്തുകളുടെ അവസ്ഥ എന്താണ്? ആ ഫർളായ ഇബാദത്തുകളിൽ വരുന്ന അലസതകളും അതുപോലെ തന്നെ അശ്രദ്ധകളും അതിൽ വരുന്ന ന്യൂനതകളുമൊക്കെ അല്ലാഹു പരിഹരിക്കാൻ ഒരുപാട് സുന്നത്തായ ഐച്ഛികമായ ഇബാദത്തുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഫർളായ ഓരോ ഇബാദത്തുകൾ മലക്കുകൾ പരിശോധിച്ച്, റബ്ബേ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ഇന്ന ഫർളായ ഇബാദത്തിൽ ന്യൂനതകളായി വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഈ അടിമയുടെ ഇന്ന ഐച്ഛിക നമസ്കാരം അല്ലെങ്കിൽ ഇന്ന ഐച്ഛികമായ നോമ്പ്, സ്വതക്കകൾ, അങ്ങനെ പുണ്യങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് അങ്ങനെ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുകയും ഫർളായ ഇബാദത്തുകളിൽ വന്ന ന്യൂനതകളെ ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ പുണ്യങ്ങളിലൂടെ അല്ലാഹു പരിഹരിക്കപ്പെടുമ്പോൾ ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലാഹുവിന് ഉത്തരം കൊടുക്കേണ്ടുന്ന രീതിയിൽ കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത്രയും കാലം അല്ലാഹു ആയുസ് തന്നിട്ട്, ഇത്രയും നല്ലൊരു ജീവിതം നമ്മൾ അനുഭവിച്ചിട്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നമ്മൾ ആസ്വദിച്ചിട്ട്
ശ്രദ്ധയുള്ള, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം നയിക്കാൻ, പരലോകത്ത് വിജയിക്കാൻ, മരണത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിനോടുള്ള ആനന്ദത്തോടുകൂടി സ്വർഗത്തിന്റെ അനുഭവങ്ങളുമായി പരിമളവുമായി ബർസഖിലേക്ക് പ്രവേശിക്കാൻ റൂഹിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന സൗഭാഗ്യം അത് നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നാളത്തേക്ക് വേണ്ടിയുള്ള, പരലോകത്തേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം എന്ന വിഷയത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടുമായി ഒരൽപ്പം സംസാരിക്കുന്നത്. കൂടുതൽ സംസാരിക്കേണ്ടതില്ല. ധാരാളം ഖുതുബകൾ, ധാരാളം ഉപദേശങ്ങൾ, വഅളുകൾ, വിജ്ഞാനവേദികൾ നിരന്തരം നമ്മൾ കേൾക്കുന്നവരാണ്. ആ കേൾക്കുമ്പോഴുള്ള ഭയഭക്തിയും സൂക്ഷ്മതയും നിരന്തരമായി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. റൂഹ്, നമ്മുടെ ജീവൻ മാതാവിന്റെ ഗർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് ആ ഉമ്മയുടെ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞായ നമ്മളിലേക്ക് അല്ലാഹു തന്നതാണ്. അവിടെ മുതൽ ആ റൂഹ് നമ്മുടെ കൂടെയുണ്ട്. നാം ഭൂമിയിലേക്ക് ആ ഉമ്മയുടെ കുഞ്ഞായി പ്രസവിച്ചു വന്നു. നമ്മുടെ കൂടെ ആ റൂഹുണ്ട്. നേരത്തെ വിശദീകരിച്ച മൗത്ത്, ആഖിറത്ത്, അജല്, വഫാത്ത് എന്നൊക്കെ പദങ്ങൾ പറഞ്ഞ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരലോകത്തേക്കുള്ള യാത്രയിൽ ആ മൗത്തോടുകൂടി നമ്മളിൽ നിന്ന് റൂഹ് വേർപിരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ശരീരം, നമ്മുടെ ജസദ് മണ്ണിലേക്ക് വെച്ച് അത് മണ്ണ് തിന്ന് ആ ജസദ് നശിച്ചു പോയാലും ആ റൂഹിനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കേണ്ടത് അനുഭവിക്കുന്നുണ്ട്. നല്ല അനുഭവങ്ങളാണെങ്കിൽ സൗഭാഗ്യവാനാണ്, മോശപ്പെട്ട അനുഭവങ്ങളാണെങ്കിൽ അപകടമാണ്. ഏതായിരിക്കും നമ്മുടെ റൂഹിന്റെ വേർപാട്? ഇന്നൽ അബ്ദൽ മുഅ്മിൻ ഇദാ കാന ഇൻഖിതാഉം മിനദ് ദുനിയാ വ ഇഖ്ബാലും മിനൽ ആഖിറ. മുഅ്മിനായ അടിമ ഈ ദുനിയാവിൽ നിന്നുള്ള വിട പറയൽ, ആഖിറത്തിനെ അഭിമുഖീകരിക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. വീട്ടിലിങ്ങനെ സോഫയിലിരിക്കുന്ന വാപ്പ അല്ലെങ്കിൽ ഉമ്മ കുട്ടികളോട് സംസാരിക്കുന്ന, ഇണയോട് സംസാരിക്കുന്ന, കുടുംബത്തോട്, സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന അവസ്ഥയിൽ മുഅ്മിനായ മനുഷ്യർക്ക് റബ്ബ് തീരുമാനിച്ച സമയം വന്നാൽ പിന്നെ അതാ വെളുത്ത മുഖമുള്ള ഏതാനും മലക്കുകളെ കാണുകയാണ്. മലക്കുൽ മൗത്ത് വരികയാണ്. ഒരു കൂട്ടം മലക്കുകളാണ്. അവർ വരുന്നതിന് മുമ്പായി സ്വർഗീയ സുഗന്ധം, പരിമളം അനുഭവിക്കുകയാണ്. എവിടെന്നാണ് ഈ പരിമളം എന്ന് നോക്കിക്കാണുമ്പോൾ അതാ മലക്കുകളെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ ദുനിയാവിൽ അവർ അതുവരെ ചിരിച്ച ഭാര്യയോട് ചിരിക്കാൻ സമയമില്ല. മക്കളെ പിന്നെ വേണ്ട, ചാരിയിരിക്കുന്ന സുഖങ്ങളോ സോഫകളോ, നമ്മൾ ഉപയോഗിച്ച വാഹനങ്ങളോ, നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളോ, നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും പിന്നെ നമുക്ക് വേണ്ട. പിന്നെ അവരോടുള്ള അഭിമുഖ്യമായി ആ യാത്രയെക്കുറിച്ച്, ആ വേർപാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നല്ലവർക്ക് പരിമളത്തോടുകൂടി ആനന്ദിക്കാൻ കഴിയും. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് സലാം പറയും. തലഭാഗത്ത് വന്നിരുന്നുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ സമാധാനമടഞ്ഞ ആത്മാവേ, നീ റബ്ബിലേക്കൊരു മടക്കം മടങ്ങിക്കോ. തൃപ്തികരമായ മടക്കമാണ്. റബ്ബിന്റെ ഇഷ്ടപ്പെട്ട സ്വർഗീയ ആളുകളിലേക്കുള്ള, റബ്ബിന്റെ അടിമകളിലേക്കുള്ള മടക്കം, ജന്നത്തിലേക്കുള്ള മടക്കം. അത് നമുക്ക് ലഭിക്കണം. ഈ സംസാരത്തിന്റെ ആമുഖത്തിൽ തന്നെ ഒരു അനുഭവം പറയട്ടെ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ അയൽവാസിയും എന്റെ പ്രിയ സുഹൃത്തും നമ്മുടെ വിസ്ഡം ആദർശ കുടുംബത്തിലെ യൂത്തിലെ ഒരു മെമ്പറുമായ ഹസീബ് എന്ന് പറയുന്ന സഹോദരൻ നിങ്ങളുടെ ഈ റൂട്ടിൽ KSRTCയിൽ ഡ്രൈവറായി, കണ്ടക്ടറായി കുറെ കാലം ഓടിയിരുന്നു. പിന്നീട് പാലക്കാട്, കോഴിക്കോട് റൂട്ടിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന് മലപ്പുറം ഡിപ്പോയിൽ നിന്ന് കോഴിക്കോട് പോയി അവിടുന്ന് മൈസൂർ, ബാംഗ്ലൂർ റൂട്ടിലാണ് ആദ്യമായി ഒരു ദീർഘദൂരം കിട്ടിയതാ. മഗ്‌രിബ് നമസ്കാരം ഞങ്ങളുടെ മഹല്ല് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പിരിഞ്ഞതാ.
ഇശാക്ക് തൊട്ടടുത്ത് കോട്ടക്കലിനടുത്ത് മൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലം, അവിടുന്ന് ഇശാ നമസ്കരിച്ച് നമ്മുടെ ആദർശ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സംസാരിച്ച് ആ പുതിയ റൂട്ടിലേക്ക് അദ്ദേഹം പോയതാ. ആദ്യം അദ്ദേഹം കണ്ടക്ടറായിട്ടാണ് ജോലി. അദ്ദേഹം പറഞ്ഞു പുതിയ റൂട്ടാണ്, കുറച്ച് ദീർഘമുണ്ട്, എനിക്ക് പറ്റിയൊരു സുഹൃത്തിനെ തന്നെയാണ് കൂടെ കിട്ടിയിട്ടുള്ളത്, അൽഹംദുലില്ലാ, പകുതി ഡ്രൈവ് ചെയ്താൽ മതി, പകുതി കണ്ടക്ടർ പണിയെടുക്കാൻ രണ്ടാളുണ്ട്. വളരെ സന്തോഷത്തോടെ പോയതാ. ആ സഹോദരൻ കൂടെയുള്ള മഞ്ചേരിക്കാരനായ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാണോ ഉറക്ക് വരുന്നത് അപ്പൊ നിങ്ങള് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് മാറിയിരിക്കണം, ഞാനത് കയറിക്കൊണ്ട്. അതുവരെ കണ്ടക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസീബ്, ഇദ്ദേഹത്തിന് ഉറക്കം വന്നപ്പോ മൈസൂർ കഴിഞ്ഞു ബാംഗ്ലൂരിനടക്ക് ഹസീബ് അതിലേക്ക് കയറിയിരുന്നു. സമയായി, നമ്മൾ വിശദീകരിച്ച അജൽ എത്തി. പ്രിയപ്പെട്ടവരെ, ഹസീബ് കയറി അരമണിക്കൂറോളം യാത്ര ചെയ്തു. അദ്ദേഹം തൊട്ടു മുമ്പിലുള്ള ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോ മുമ്പിൽ ഒരുപാട് ആളുകൾക്ക് അപകടം പറ്റും എന്ന് കണ്ടറിഞ്ഞ് ഹസീബ് വെട്ടിച്ചു. കൂടെയുള്ള ഡ്രൈവർ പറയാൻ, കണ്ടക്ടർ പറയാൻ, അവൻ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തി, അവൻ പോയി എന്ന്. ഡിവൈഡറിന് കയറി ഇറങ്ങി. ആ ഇടിയുടെ അഗാധത്തിൽ അവൻ പൊന്തി. സ്റ്റെയറിംഗിൽ അവൻ കുടുങ്ങി. ആന്തരിക അവയവത്തിന് ഭയങ്കര അപകടം പറ്റിയിട്ട് ഉള്ളിൽ ബ്ലഡ് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഹസീബ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. കൂടെയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടക്ടർ പറയാണ്, അവൻ അവസാനം എന്നോട് പറഞ്ഞത് നമുക്ക് സുബഹിക്ക് ഇന്ന പള്ളി പിടിക്കാം എന്നാണ്. സുബഹി ജമാഅത്ത് കൊതിച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടി ആ പള്ളിയുടെ ക്ലീനിങ് ഒരാളും ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു അവൻ. അവൻ ലീവ് എടുത്ത് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ എല്ലാ ജമാഅത്തിനും മുമ്പിലുണ്ട്. 47 വയസ്സുള്ള ഹസീബ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ബാങ്ക് കൊടുക്കാൻ മുഅദ്ദിനില്ലെങ്കിൽ അവൻ കയറി ബാങ്ക് കൊടുക്കും. ഇമാമില്ലാത്ത അവസ്ഥയിൽ എടവണ്ണ ജാമിയയിൽ 2 വർഷം പഠിച്ചിട്ടുണ്ട്. നന്നായി ഓതി ഇമാമ് നിൽക്കും. ആ ഹസീബ് 3 തട്ട് ആ പള്ളി മുഴുവൻ അവനാണ് ക്ലീൻ ചെയ്തിരുന്നത്. അവസാനം മരണപ്പെട്ട മുൻ ഒരു സെക്രട്ടറി അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ശമ്പളം, അതില്ലാതെ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട്. അങ്ങനെ 2000 രൂപ ശമ്പളമാണ് വർഷങ്ങളായിട്ട് അവൻ വാങ്ങുന്നത്. അത് കൂട്ടിത്തരാൻ പറയുമ്പോ വേണ്ടാന്ന് പറയാം. ആ 2000-നുള്ളിൽ ക്ലീനിങ്ങിനുള്ള എല്ലാ മെറ്റീരിയൽസും തന്നെ വാങ്ങുന്നത്. ഓൻ റബ്ബിലേക്ക് പോയപ്പോഴാണ് അവൻ ചെയ്തിരുന്ന ത്യാഗങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ചെയ്തിരുന്ന നന്മകൾ ഒപ്പമുള്ള ഞങ്ങൾ അറിയുന്നത്. ആ വ്യക്തി അള്ളാഹുവിലേക്ക് യാത്രയായി. തന്റെ പ്രിയപ്പെട്ട മക്കളെ കൂട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് യാത്ര പറയാതെ അവൻ പോകാറില്ല. ആ ഹസീബിന്റെ യാത്ര അവസാന യാത്രയായിരുന്നു. ഞാൻ ഓർക്കുന്നു, ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾ, എത്ര ആളുകളാ അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരിക്കാൻ വന്നതെന്നറിയാം. അൽഹംദുലില്ലാ, വലിയ ഭാഗ്യവാനാണ്. 47 വയസ്സിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് നന്മകൾ ഹസീബ് ചെയ്തു തീർത്തിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളി സെക്രട്ടറി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, 2 ആഴ്ച, അവനില്ലാത്ത 2 ആഴ്ച ആ പള്ളിയുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഇടപെട്ടപ്പോ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പണിയാണ് അവൻ ചെയ്തിരുന്നത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക്, ബർസഖിലേക്ക് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം, ഈ നന്മകളെല്ലാം എത്തുമല്ലോ. ആത്മാർത്ഥമായി റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്ത വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, തൗഹീദുള്ള വ്യക്തികൾക്ക് അവരുടെ അമൽ സ്വാലിഹാത്തുകൾ ബർസഖ് ലോകത്തുള്ള വിശ്രമത്തിൽ ആനന്ദമായി ലഭിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു ഷഹീദിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കുടുംബത്തെ പോറ്റാൻ, ഭാര്യയെ പോറ്റാൻ, മക്കളെ പോറ്റാൻ, ജോലി ആവശ്യാർത്ഥം ഒരു അനാവശ്യ യാത്രയിലല്ല, തന്റെ കുടുംബത്തെ പോറ്റാനുള്ള യാത്രയിലാണ് നമ്മുടെ ആദർശ സുഹൃത്ത് റബ്ബിലേക്ക് യാത്രയായത്. അദ്ദേഹത്തിന്റെ വിടവ് ഒരിക്കലും നികത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല.
നമ്മുടെ വിസ്ഡം യൂത്തിന്റെ അവസാന മീറ്റിംഗിൽ 3 ആളുകളാണ് അവസാന മീറ്റിംഗിൽ ഉണ്ടായത്. അതിലൊരാൾ ഈ ഹസീബായിരുന്നു. എന്നാൽ നമുക്ക് മദ്രസക്ക് പോകണ്ടല്ലോ, ഇവിടെ തന്നെ നമ്മളൊരു കൂടില്ലേ എന്ന് പറഞ്ഞ് തമാശയിൽ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ നന്മകളിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരന്റെ വേർപാടിൽ നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ അന്ന് 12 മണിക്ക് ജിനാസ വീട്ടിലെത്തിയത് മുതൽ നേരം വെളുക്കുവോളം, സുബഹി കഴിഞ്ഞ് 7 മണിക്ക് പള്ളിയിൽ വെച്ച് ജിനാസ നമസ്കരിക്കുവോളം നിരന്തരമായി നമസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥന ഇങ്ങനെ ലഭിക്കുമ്പോ അത് വല്ലാത്തൊരു ആനന്ദമായിരുന്നു. എന്റെ സുഹൃത്ത് നമ്മളിൽ നിന്ന് വേർപെറിഞ്ഞാലും, ഞങ്ങളുടെ നാടിന് അങ്ങനെ നഷ്ടപ്പെട്ടാലും അൽഹംദുലില്ലാഹ് അവൻ ഷഹീദിന്റെ കൂലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇത്രയും തൗഹീദുള്ള അഹ്ലുകാരുടെ ജിനാസ നമസ്കാരത്തിന് സാക്ഷിയാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന് വേണ്ടി ആ ശഫാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ മരണം. എപ്പോഴാണ്, എവിടെ വെച്ചാണ് റബ്ബ് തീരുമാനിച്ച സ്ഥലത്ത് വെച്ച് നമ്മളെ പിടിക്കും. ഒരു മരണം കൂടി ഞാൻ ഓർക്കുന്നു. കടലുണ്ടിയിലെ JDT ബഷീർക്ക കൊറോണകൾക്ക് ശേഷം ഹജ്ജിന് അവസരമുണ്ടായപ്പോൾ ആ ഗവൺമെന്റ് ഹജ്ജ് ഗ്രൂപ്പിൽ യാത്ര ചെയ്യാൻ സാധിച്ച JDT ബഷീർക്ക എന്നറിയപ്പെടുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്ന അദ്ദേഹം ഹജ്ജ് യാത്ര പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതൊരു അവസാന യാത്ര പറച്ചിലാണ്. അദ്ദേഹം പറഞ്ഞു, മൗലവി, ഞാനിങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട് എനിക്കും ഭാര്യക്കും, അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. എന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് പറയാണ്, എനിക്ക് യാത്ര പോകുമ്പോൾ ഒറ്റ സങ്കടമേ ഉള്ളൂ. അതെന്താ? കടലുണ്ടിയിലെ QHLS ക്ലാസ്സിൽ ഒരു ഡയറി എടുത്ത് ഓരോ ആയത്തിന്റെയും ലഫ്ളുകൾ എഴുതി പദാനുപദങ്ങളും അതിന്റെ വ്യാഖ്യാനവും അതിന്റെ ആശയവും അതിൽ നിന്നുള്ള ഫായിദകളും ഒക്കെ കൃത്യമായി എഴുതിയെടുത്ത് സൂറത്തുൽ മുഅ്മിനൂൻ ഈ ഡയറിയിലുണ്ട്. എനിക്കത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുമ്പോ ഉസ്താദ് ആ സൂറത്ത് പൂർത്തീകരിച്ച് പുതിയ സൂറയിലേക്ക് കടന്നിരിക്കുന്നു. എനിക്ക് അതിലിരിക്കാൻ പറ്റൂലല്ലോ എന്നുള്ള സങ്കടമാണ്. ഒരാളുടെ വിഷമം നോക്കി, ഒരു ഹജ്ജിന് അവസരം കിട്ടിയിട്ട് അയാളുടെ മനസ്സിലെ വിഷമം ആഴ്ചയിൽ നടക്കുന്ന 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അദ്ദേഹത്തിന്റെ നാട്ടിൽ നടക്കുന്ന QHLSന്റെ ക്ലാസ് മുടങ്ങുമല്ലോ എന്നുള്ള വിഷമം. ആ മനുഷ്യനെ ഞാൻ ആശ്വസിപ്പിച്ചു, നിങ്ങൾ പോയാലും ഇവിടെ നടക്കുന്ന ക്ലാസ് തിരിച്ചു വന്ന് ആ ഉസ്താദിനോടോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളോടോ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. നിങ്ങൾക്ക് എഴുതിയെടുക്കാം, പഠിക്കാം, അവസരം ഉണ്ടല്ലോ. ഹജ്ജിന് അള്ളാഹു തരുന്ന വലിയൊരു തൗഫീഖല്ലേ. അതുകൊണ്ട് അള്ളാഹു ആ യാത്രക്ക് തെരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലക്ക് അതിനെ ആദരിച്ച് നിങ്ങൾ സന്തോഷത്തോടെ പോയി തിരിച്ചു വന്നിട്ട് ബാക്കി ഖൈറുകളിൽ നമുക്ക് പങ്കെടുക്കാം. കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹം ഉംറ ചെയ്തു. ഉംറ ചെയ്ത് തഹല്ലുലായി. ദുൽഹജ്ജ് 8-നാണല്ലോ ഹജ്ജ് ആരംഭിക്കുക. ഒരു 3 ദിവസത്തെ താമസമുണ്ട്. അങ്ങനെ ദുൽഹജ്ജ് 8-ന് മുമ്പായി 3 ദിവസം മുമ്പ് അദ്ദേഹം ഒരു ഉച്ചക്ക് ളുഹ്ർ നമസ്കാരം കഴിഞ്ഞ് ഹറമിൽ നിന്ന് റൂമിലേക്ക് വന്ന് റെസ്റ്റോറന്റിലേക്ക്, ഭക്ഷണ ഹാളിലേക്ക് ഭാര്യയോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു പോയതാ. അദ്ദേഹം ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി. ലിഫ്റ്റ് വന്നു എന്ന് വിചാരിച്ചു. ഡോറ് തുറന്നു. ലിഫ്റ്റിന്റെ ഏറ്റവും മുകൾ ഭാഗമായിരുന്നു വന്നത്. ആ ഹോട്ടലിലെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയിരുന്നു. അദ്ദേഹം അതിലേക്ക് സ്റ്റെപ്പാന്ന് വിചാരിച്ച് കയറി നിന്നു. ആ ഫാനിൽ കറങ്ങി. പല പ്രാവശ്യം പല ആളുകളും ലിഫ്റ്റിൽ കയറി ഇറങ്ങി. അദ്ദേഹം അതിൽ ചതഞ്ഞു മരിച്ചിരിക്കുകയാണ്. അള്ളാഹു ഹജ്ജിന്റെ പൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിൽ നമ്മൾ ചിന്തിക്കണം. ആ ആഴ്ചയിൽ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ആ QHLSന്റെ ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് അദ്ദേഹം കേട്ട് എഴുതി പഠിച്ച ആ അധ്യായം അദ്ദേഹത്തിന്റെ ഖബറിൽ ഒരു പ്രകാശമല്ലേ. ഇതുപോലെ ഏതൊരു നന്മയാണ് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ പാരത്രിക ലോകത്തേക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം മരിച്ചാൽ നമ്മുടെ ബർസഖിലേക്ക് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം അവിടുന്ന് അങ്ങനെ യാത്ര ചെയ്ത് പിന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല.
ഇവിടുന്ന് മകൻ പോയിട്ട് ഒപ്പിട്ട് കൊടുത്ത് അവിടെ ജനാസ മറമാടുകയാണ് ചെയ്തത്. നമ്മുടെ ആ ആദർശ സുഹൃത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനില്ലേ? ഇങ്ങനെ ഒരുപാട് നന്മയുടെ മനുഷ്യന്മാർ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഓരോരുത്തരുടെയും മരണങ്ങൾ നമുക്ക് പാഠമല്ലേ? തൊട്ടടുത്ത് ചാലിയാറിലൂടെ ഒഴുകി വന്ന വയനാടിൽ സംഭവിച്ച പ്രിയപ്പെട്ടവരെ, പ്രളയവും അതുപോലെ തന്നെ ഭൂകമ്പവും ഉരുൾപൊട്ടലുമെല്ലാം നമുക്ക് പാഠമല്ലേ? എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ടുപോവുക എന്നത് നമ്മൾക്കൊരാൾക്കും അറിയുകയില്ലല്ലോ. എന്ന് സംഭവിച്ചാലും എവിടെ വെച്ച് സംഭവിച്ചാലും അത് സാധാരണ മരണമാണെങ്കിലും അപകട മരണമാണെങ്കിലും ഒരു അറ്റാക്കിലൂടെ സംഭവിക്കുകയാണെങ്കിലും സൈലന്റ് അറ്റാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നുകൊണ്ടാണെങ്കിലും നമ്മൾ ആ വാക്സിൻ അടിച്ചതിന് ശേഷം എത്ര ചെറുപ്പക്കാരാണ് എത്ര പെട്ടെന്നാണ് പോയത്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം അപകടങ്ങളാണ് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലല്ലേ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മുഅ്മിനും ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ നേരം പുലരുമോ എന്ന് ഒരാൾക്കും ഉറപ്പില്ല. അത് മനുഷ്യന്റെ സ്ഥിതിയാണ്. പക്ഷേ മരിക്കുമെന്ന് ഉറപ്പുള്ള നമ്മൾ ഒരുക്കം നടത്തിയോ എന്നതാണ് പരിശോധിക്കേണ്ടത്. എന്ത് നന്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? സത്യവിശ്വാസികളാണോ? അമലു സ്വാലിഹാത്തുകളുണ്ടോ? അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമെന്ന് പറഞ്ഞാൽ മരണവും ആനന്ദമായിരിക്കും, ബർസഖ് ആനന്ദമായിരിക്കും, വിചാരണ ആനന്ദമായിരിക്കും, ഓരോ ഘട്ടങ്ങളും ആനന്ദമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് ലഭിക്കേണ്ടതില്ലേ? സ്വർഗീയ കഫൻ പുടവയുമായി നമ്മുടെ ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് 7 ആകാശങ്ങളെ കടത്തി കൊണ്ടുപോവുകയാണ്. ഓരോ ആകാശങ്ങളും അയാളെ സ്വീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലിയീനിൽ രേഖപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് ആ റൂഹിനെ മടക്കപ്പെടുന്ന ഒരു ഘട്ടമാണല്ലോ ബർസഖ് കാലഘട്ടം. ഖബറിലേക്ക് നമ്മളെ വെക്കുമ്പോൾ വീണ്ടും നമ്മുടെ ജസദിലേക്ക് ആ റൂഹിനെ അല്ലാഹു തരികയാണ്. അവിടെ വെച്ച് ഹിസാബുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണ് എന്ന് പറയുകയും ആ റബ്ബ് പറഞ്ഞ വിശ്വാസത്തിൽ, റബ്ബ് പഠിപ്പിച്ച കർമ്മങ്ങളിൽ, ദീനുൽ ഇസ്ലാമിൽ നിരന്തരമായി ഇസ്തിഖാമത്തോടെ ജീവിക്കുകയും ചെയ്തവർ, കുറച്ച് ആവേശത്തിനല്ല, പിന്നെ ആരെങ്കിലും പറഞ്ഞ് ബേജാറാക്കുമ്പോൾ മതം വിട്ടുപോകുന്നവരല്ല, പരീക്ഷണങ്ങൾ മാറി മാറി വരുമ്പോൾ സ്വബറില്ലാതെ തവക്കുലില്ലാതെ മതം വിട്ടുപോകുന്നവരല്ല, പുതിയ കാലഘട്ടത്തിൽ ഓരോ പുതിയ ട്രെൻഡുകൾ വരുമ്പോ അതിനൊപ്പം ചെരുപ്പടികൾ കാലടികൾ നടക്കുന്നവരല്ല, നേരെ മറിച്ച് ദീനുൽ ഇസ്ലാമിൽ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇസ്ലാം പുൽകിയ വ്യക്തി മരണം വരെ തൗഹീദോടെ ഇത്തിബാഉ സുന്നയോടെ അമലു സ്വാലിഹാത്തുകളുമായി മുന്നേറാൻ കഴിഞ്ഞാൽ തനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ അവതരിക്കുന്നു, മലക്കുൽ മൗത്ത് വരുന്നു. അല്ലാ തഖാഫു വലാ തഹ്സനൂ, മരണത്തോടുകൂടി ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എന്നതിൽ പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഉപേക്ഷിച്ചു പോന്ന ഭാര്യയുടെ വിഷയം, മക്കളുടെ വിഷയം, നിങ്ങളുടെ വീടിന്റെ വിഷയം, കച്ചവടത്തിന്റെ വിഷയം, നിങ്ങൾ ബാക്കിൽ വെച്ചിട്ടുള്ള ഒന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. എല്ലാ കാര്യത്തിലും അല്ലാഹു അത് എളുപ്പമാക്കി തരുന്ന കാര്യമാണെന്ന് സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആനന്ദമുണ്ട് അവർക്ക് എന്ന്. وأبشروا بالجنة التي كنتم توعدون. സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക്, അമല സ്വാലിഹാത്തുകൾ ചെയ്തവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗമില്ലേ, അതാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത കിട്ടും. സലാമുൻ അലൈക്കും തിബ്തുൻ, സലാമുൻ അലൈക്കും സബ്ർ, നിങ്ങൾ ക്ഷമയോടുകൂടി ലഭിച്ചതിനാൽ, ജീവിച്ചതിനാൽ, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചതിനാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല റാഹത്തുള്ളൊരു മരണം. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച ഉപമകൾ ധാരാളമുണ്ട്. മേഘം കറുത്തിരുണ്ട്, ആ നേരിയ തണുപ്പുള്ള കാറ്റ് കിട്ടി, മഴക്കാറിൽ നിന്ന് മഴ അരുവിയായി ഇങ്ങനെ ഒഴുകുന്നില്ലേ,
എന്നതുപോലെ എത്ര ആനന്ദത്തോടെ എളുപ്പത്തിലാണോ വരുന്നത്, അതുപോലെ മുഅ്മിനിന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ അല്ലാഹു ഏറ്റെടുക്കും. വെണ്ണയിൽ വീണ ഒരു നൂല് ആ നെയ്യിൽ നിന്ന് വെണ്ണയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ എത്ര മൃദുലമാണോ, ആ രീതിയിൽ മുഅ്മിനിന്റെ ജസദിൽ നിന്ന് അല്ലാഹു റൂഹിനെ പിടിക്കും. ആ മരണത്തിന് വേദനയുണ്ട്, അട്ടഹാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും നല്ല മരണം വരിച്ചത്. അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിന് അട്ടഹാസമുണ്ട്, മരണത്തിന് സക്കറാത്തുണ്ട്. ഫാത്തിമ ബീവി പറഞ്ഞല്ലോ, എന്റെ ഉപ്പാക്ക് വല്ലാത്ത വേദനയാണ്. അവിടെന്ന് പറഞ്ഞല്ലോ, അപ്പാന്റെ വേദന ഇന്നത്തോടുകൂടി അവസാനിച്ചു മോളെ, ഇനി വേദനയില്ല. മരണത്തിന്റെ വേദന ഉണ്ട് എന്നത് ആയിഷ ബീവിയെ ബോധ്യപ്പെടുത്തുന്നു, ഫാത്തിമ ബീവിയെ ബോധ്യപ്പെടുത്തുന്നു, മുഅ്മിനീങ്ങൾക്ക് കൈമാറുന്നു. അപ്പൊ വേദനയുണ്ട്, പക്ഷേ അത് എളുപ്പമായിരിക്കും, സ്വർഗം കൊണ്ടുകൊണ്ടായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലേത് മരണം വേണം? നമ്മൾ ഇവിടുന്ന് ചിന്തിക്കണം, നമ്മൾ തീരുമാനിക്കണം. ആ മരണത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സന്തോഷവാർത്ത ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പോക്കാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ചിരിച്ചുകൊണ്ട് റബ്ബിലേക്ക് യാത്രയാവാൻ നമുക്ക് സാധിക്കുക. അതാണ് ഏറ്റവും വലിയ തൗഫീഖ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ചിരിച്ചുകൊണ്ട് റബ്ബിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക. അല്ലാഹു മഹാഭാഗ്യം നമുക്ക് നൽകട്ടെ. എന്നാൽ അവിശ്വസികൾ, തമ്മാടികൾ, തോന്നിവാസികൾ, അവന്റെ മരണം എങ്ങനെയാണ്? അവരുടെ മരണം എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു അൽ മലായികതു യദ്രിബൂന വുജൂഅഹും വഅദ്ബാറഹും. ഓ മുഹമ്മദ് നബിയേ, സത്യത്തെ നിഷേധിച്ച മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കുന്ന രംഗം, അവരെ മരിപ്പിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ വല്ലാത്ത വേദനയുള്ള സംഭവമാണ്. അതൊരു വല്ലാത്ത സംഗതിയാണ്. അവരുടെ മുഖങ്ങളിൽ അടിച്ച്, പാർശ്വങ്ങളിൽ അടിച്ച് അവരെ കൊല്ലാൻ, അവർ റൂഹിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. റബ്ബേ ഒന്ന് മടക്കിത്തരോ, റബ്ബേ ഞാനൊന്ന് ദുനിയാവിലേക്ക് തന്നെ മടങ്ങിത്തന്നാൽ ഇതുവരെ ചെയ്തതല്ല, വേറെ നല്ലത് ചെയ്തു കൊള്ളാം, കെഞ്ചു നോക്കും. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. പിന്നീടാവാം എന്ന് വിചാരിച്ച് ഉപേക്ഷ വരുത്തിയ ഒരുപാട് അമലുകൾ നല്ലതാന്നറിയാം, ഇപ്പൊ ചെയ്യണ മോശാന്നറിയാം, ചെയ്യേണ്ടത് പലതും ചെയ്തിട്ടില്ല എന്നറിയാം. എന്നാലും ഇങ്ങനെ സുഹൃത്തുക്കളുടെ കൂടെ അന്തം വിട്ട് നടക്കുന്നു, കാര്യഗൗരവമില്ലാതെ അശ്രദ്ധയിൽ ഇങ്ങനെ നടക്കുന്നു. ഖുതുബ കേട്ടിട്ടും മാറ്റമില്ലാത്തവർ, വഅദ് കേട്ടിട്ടും മാറ്റമില്ലാത്തവർ, നോമ്പനുഷ്ഠിച്ചിട്ടും മാറ്റമില്ലാത്തവർ, ഉംറ ചെയ്തിട്ടും മാറ്റമില്ലാത്തവർ, ഹജ്ജ് ചെയ്തിട്ടും മാറ്റമില്ലാത്തവർ, വല്യമ്മയായിട്ടും വല്ലിപ്പയായിട്ടും പേരമക്കളായിട്ടും ഇനി അധികമൊന്നുമില്ല എന്ന് ഉറപ്പായിട്ടും ഒരു മാറ്റവും വരാത്ത മനുഷ്യന്മാർ. അതല്ലെങ്കിൽ എനിക്ക് ഇനിയും കാലമുണ്ടല്ലോ, ഇപ്പൊ ചെറുപ്പമല്ലേ, അടിച്ച് പൊളിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സമയമല്ലേ, പ്രായം കുറെ ആയിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പള്ളിയിൽ അപ്പക്കൂടാമെന്ന് വിചാരിക്കുന്ന പുതിയ ചെറുപ്പക്കാർ, എപ്പോഴാ മരണം നമുക്ക് പറയാൻ കഴിയില്ല. ആ മരണം വരുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസം, അമലു സ്വാലിഹാത്തുകൾ അത് ക്ലിയർ അല്ലെങ്കിൽ, അത് ശരിയായിട്ടില്ലെങ്കിൽ അടിച്ചു കൊല്ലുകയാണ്, അടിച്ചടിച്ച് കൊല്ലുകയാണ്. ഒന്ന് മടക്കി തരുമോ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് തന്നെ മടക്കി തരുമോ എന്ന് മനുഷ്യൻ കെഞ്ചി നോക്കും. ആ സന്ദർഭത്തിൽ മനുഷ്യൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുക്കുകയില്ല. നീട്ടിക്കൊടുക്കുകയില്ല. സമയമായാൽ പിടിച്ചു കൊണ്ടുപോകും, അടിച്ചടിച്ച് കൊല്ലും. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്താണെന്നറിയോ? ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ മുള്ള്, ആ മുള്ള് ആ പരുത്തിയിൽ നിന്ന്, പഞ്ഞിക്കെട്ടിൽ നിന്ന് വലിച്ചെടുക്കുമ്പോ ആ പഞ്ഞി എത്ര വികൃതമാവുമോ, അതുപോലെയായിരിക്കും അടിച്ചടിച്ചവന്റെ ആത്മാവിനെ ഏറ്റെടുക്കുമ്പോൾ. ആ ആത്മാവിനെ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ തുറക്കപ്പെടുകയില്ല. വിളിച്ചു പറയും, അയാളെ സിജ്ജീനിൽ രേഖപ്പെടുത്തണം. മോശപ്പെട്ടവരുടെ രേഖയാണത്, പാപികളുടെ, മുജ്രിമീങ്ങളുടെ ഏടാണത്. അതിൽ രേഖപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് റൂഹിനെ കൊടുക്കുമ്പോ അവിടെ ചോദ്യമുണ്ട്, ഖബറിൽ, ബർസഖിൽ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വ്യക്തികൾക്കും മരണം വ്യത്യാസമുണ്ടെങ്കിൽ
ഈ രണ്ട് വ്യക്തികൾക്കും ബർസഖിലെ അവസ്ഥയും വ്യത്യാസമുണ്ട്. നമുക്കൊക്കെ അറിയാം, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി പോകുന്നു എന്ന് മാത്രം. ആഖിറത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് ബർസഖോടുകൂടിയല്ലേ. 5 അവസ്ഥകൾ ബർസഖിലുണ്ടെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്ന്, റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതിന് ശേഷം, മലക്കുൽ മൗത്ത് കൊണ്ടുപോയതിനു ശേഷം ആ റൂഹിനെ ജസദിലേക്ക് തിരിച്ചു കൊടുക്കുന്ന രംഗമാണ്. നല്ലവർക്ക് കിട്ടുന്ന ആനന്ദവും മോശപ്പെട്ടവർ ആ റൂഹിനെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കുന്ന രംഗവും വ്യത്യാസമുണ്ട്. അതാണ് വജഅത്ത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നല്ല അവസ്ഥ നമുക്ക് വേണം. രണ്ടാമത്തെ ഘട്ടം ലമ്മത്താണ്. ആ ഖബറാളിയെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏത് ഖബറാളിയെയും ആ ഖബറെന്ന് പരിചയപ്പെടും, ഒന്ന് പിടിച്ചു ഞെരിക്കും. അത് ഖബറിന്റെ സ്വഭാവമാണ്. ആ ഖബറിലേക്ക് ബർസഖിലേക്ക് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ആ ലമ്മത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ശക്തമായ ലമ്മത്തുണ്ട്. അവരാരാണ്? മുഅ്മിനീങ്ങളല്ല, യഥാർത്ഥ മുഅ്മിനാവാൻ കഴിയാത്ത മനുഷ്യന്മാരാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നാൽ മുഅ്മിനീങ്ങൾക്കോ ലമ്മത്ത് വളരെ ലളിതമായിരിക്കും. ശദീദായതല്ലെങ്കിലും ലമ്മത്ത് ഉണ്ട് അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഖഫീഫത്താണത്. ഈ ലമ്മത്തിൽ അഥവാ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, പിടിക്കലിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടുകയുമില്ല. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സഅദ് രക്ഷപ്പെടണമായിരുന്നു. 70,000 മലക്കുകളാണ് അദ്ദേഹത്തിന്റെ ജനാസയെ ഏറ്റെടുക്കാൻ വന്നത്. 70,000 മലക്കുകൾ. നമുക്കെത്ര കിട്ടും? നമ്മുടെ ഈമാനും നമ്മുടെ അമലും നമ്മുടെ മരണത്തിൽ എത്ര മലക്കുകൾ സാക്ഷികളാകും? നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ അർശ്, ഇഹ്തസ്സൽ അർശുർ റഹ്മാൻ, റഹ്മാനായവന്റെ അർശിന് ഒരു കിലുക്കം. അല്ലാഹുവിനെ അത്രയും അത്ഭുതപ്പെടുത്തിയ ഒരു അടിമ. അല്ലാഹ് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതുപോലെ അപ്പോൾ തന്നെ പാകപ്പെടുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ മഹാനായ സ്വഹാബിയെ ഖബറിലേക്ക് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറിപ്പോയി. അവിടുന്ന് പറഞ്ഞു, എല്ലാ ഖബറിലും ഖബറാളിയെ പരിചയപ്പെടലുണ്ട്, ഒരു ഞെരിക്കലുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ഈ സഅദ് രക്ഷപ്പെടണമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു തുഫിലിനെ, ഒരു കൈക്കുഞ്ഞിനെ ഖബറിലേക്ക് വെച്ചപ്പോ ആ ഖബർ പരിചയപ്പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ഈ കുഞ്ഞ് രക്ഷപ്പെടണമായിരുന്നു. അപ്പൊ ഒരാൾക്കും അതിൽ രക്ഷയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ സഅദിനെയും ഖബർ പരിചയപ്പെട്ടു, ഞെരുക്കി. സുമ്മ ഫറജ അൻഹു, പിന്നീട് 2 ഭാഗത്തേക്ക് ഖബർ വിശാലമായി. ലിയാഖത്തലിമാര്, ജബ്ബാർ മാഷുമാര്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വേറെ ചില പുതിയ മതമില്ല എന്ന് പറഞ്ഞിട്ട്, സ്വതന്ത്രവാദികളാണെന്ന് പറഞ്ഞിട്ട്, എക്സ് മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ പറയുന്നു, നിങ്ങളാരും ഖബർ വിശാലാവാൻ പ്രാർത്ഥിക്കരുത്. കാരണം ഖബർ അങ്ങോട്ട് കൂടുതൽ വിശാലായാൽ ആ കല്ലങ്ങട്ട് വീണിട്ട് പിന്നെ അദാബിലാവൂലേ. പരിഹാസം. പുതിയ മക്കളെ പരലോകത്തെക്കുറിച്ചും ബർസഖിനെ കുറിച്ചുമൊക്കെ ആഖിറ ചിന്ത ഇല്ലാതിരിക്കാൻ, ആ മക്കൾ അതിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോവാൻ ഒരുപാട് പുതിയ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിഷേധികൾക്കുമൊക്കെ ഇത് അനുഭവിക്കേണ്ടതാണ്. കോട്ടക്കലിലുള്ള ഒരു സഹോദരൻ ഇപ്പോ പറയാണ്, ഉമറുൽ ഫാറൂഖ് നിച്ച് ഓഫ് ട്രൂത്തിലൊക്കെ പ്രവർത്തിച്ചു എന്നാ പറയുന്നത്. ഓം പറയുന്നു, ഖബറിൽ ശിക്ഷ ഇല്ല നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ എന്താ അതിന്റെ തെളിവ്? ഓന്റെ വാപ്പ ആദ്യം മതക്കുള്ള ആളായിരുന്നു, പിന്നെ മതം വിട്ടു, ദീനൊന്നുമില്ലാതെ ജീവിച്ച് സുഖത്തിൽ ജീവിച്ച് അങ്ങനെ മരിച്ചുപോയി. വാപ്പാനെ ഞാൻ ഖബറടക്കി. വാപ്പാന്റെ ഖബർ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അനുഭവം ഉണ്ടായിട്ടില്ല. ഇതാ ഓന്റെ തെളിവ്. നഊദു ബില്ലാഹ്. എന്നിട്ട് ആ ഖബർ ശിക്ഷയെ എതിർത്തുകൊണ്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെ എതിർത്ത പലരുമുണ്ട്. ചെകന്നൂർ മൗലവി, അദ്ദേഹത്തിന്റെ ആഖിബത്ത് എങ്ങനെ നമുക്കറിയില്ല. ലോക്കപ്പ് മർദ്ദനമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
അതായത് ഒരാളെ പോലീസുകാർ തപ്പി നടക്കുമ്പോൾ യഥാർത്ഥ പുള്ളിയെ കിട്ടുന്നില്ല, ചില പുള്ളികളെ കിട്ടുന്നില്ല. വേറെ ചില പുള്ളികളെ കിട്ടുമ്പോൾ അവന്റെ കേസ് കൂടി ഇവനെ അടിച്ച് പറയിപ്പിച്ച് ലോക്കപ്പ് മർദ്ദനം ചെയ്തതുപോലെയാണോ ഇത്? നമ്മുടെ മുമ്പിൽ രോഗികളായോ അല്ലാതെയോ മരിച്ചു കിട്ടിയ ആ മയ്യത്തിനെ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് പള്ളിക്കാട്ടിൽ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നു. അയാൾ നല്ല ആളാണെങ്കിൽ സ്വർഗം കണ്ടു കിടക്കാന്ന് വിചാരിക്കുക, അയാൾ മോശമാണെങ്കിൽ അവിടെ ശിക്ഷയുണ്ടെന്ന് വിചാരിക്കുക. അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്. എന്നാൽ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ച ആളുകൾ വെണ്ണീറായിട്ടാ വീണത്. അതിൽ നല്ലവരും മോശപ്പെട്ടവരും ഉണ്ടാവില്ലേ? ഓരോ ഖബറിലേക്ക് വെച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവരെ ശിക്ഷിക്കുക? പിന്നെ എങ്ങനെയാ അവർക്ക് സ്വർഗത്തിന്റെ അനുഭവം കൊടുക്കുക? ഇവിടത്തെ ഹൈന്ദവർ പണക്കാരാണെങ്കിൽ ചന്ദനമരം കൊണ്ടും പാവപ്പെട്ടവർ സാധാ മരം കൊണ്ടും ആ ശരീരത്തെ, ശവത്തിനെ കത്തിച്ച് ചാമ്പലാക്കി ആ ഭസ്മം പുണ്യകുടത്തിലാക്കി പുണ്യ നദിയിൽ ഒഴുക്കി വിടുമ്പോ അവരെയും ഖബറിലേക്ക് കിട്ടിയിട്ടില്ലല്ലോ മൗലവി. പിന്നെ എങ്ങനെയാണ് അള്ളാഹ്ക്ക് ചിലരെ മാത്രം പിടിച്ച് ശിക്ഷിക്കുക? ലോക്കപ്പ് മർദ്ദനം പോലെയാണ്. അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞത് ഖബറെന്നോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമല്ല പറഞ്ഞത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വേണ്ടടോ, അത് നിന്റെ ഒരു വെറും വാക്കാണ്. ഒന്ന് മടക്കി തരോ, ഞാൻ നല്ലത് ചെയ്തോളാന്ന് മനുഷ്യൻ മരിക്കുമ്പോ പറയുന്നു പറഞ്ഞില്ലേ? അതിന്റെ ബാക്കിയാണ് ആയത്തിന്റെ ബാക്കി. അല്ലാഹ് പറയുന്നു അത് നിന്റെ വെറും വാക്കാണ്. ആ വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ ദുനിയാവിൽ അവസരം തീർന്നു. ഇനി അത്തരം അവസരം തീർന്ന ആളുകൾക്ക് എവിടെ പോയാ കടക്കാനുള്ളത്? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മഹ്ശറിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്ന ആ വിചാരണ നാളിലേക്ക് കൊണ്ടുവരുന്ന മഹ്ശറിന്റെ മണ്ണിലേക്ക് രണ്ടാമതും അല്ലാഹു കൊണ്ടുവരുന്ന ആ ദിവസം വരെ അവരതാ ബർസഖിലാണ്. ദുനിയാവ് വിട്ടു മഹ്ശറിലേക്ക് എത്തിയിട്ടില്ല. അതിനിടക്ക് അല്ലാഹു റൂഹുകളെ, ആത്മാക്കളെ ഒരു ശക്തമായ മറയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഖബറെന്ന് പറഞ്ഞില്ല, പുണ്യകുടമെന്ന് പറഞ്ഞില്ല, പുണ്യ നദിയെന്ന് പറഞ്ഞില്ല, ബർസഖ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഈ ബർസഖ് പിന്നെ പ്രയോഗിച്ചത് കടലിലെ സമുദ്ര ജലത്തെ കുറിച്ചാണ്. ഒരു ഭാഗത്ത് അല്ലാഹു ശക്തമായ കട്ടിയുപ്പുള്ള കുടിക്കാൻ പറ്റാത്ത ജലം അതിലുണ്ട്. കടലിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നല്ല ശുദ്ധമായ കുടിവെള്ളമുണ്ട്. എന്നാൽ ഈ സാന്ദ്രത കൂടിയതും സാന്ദ്രത കുറഞ്ഞതുമായ ഈ വെള്ളങ്ങൾ തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ സമുദ്രജലം കൊണ്ട് തന്നെ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, അവ തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ ശക്തമായ ഒരു മറ സമുദ്രജലം കൊണ്ട് തന്നെ നാം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ദുനിയാവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെയുണ്ട്. മഹ്ശർ അല്ലെങ്കിൽ പരലോകമെന്ന് പറയുന്ന മറ്റൊരു ലോകം അവിടെയുണ്ട്. അതിനിടക്ക് ശക്തമായ ഒരു മറയിൽ അല്ലാഹു കൊണ്ടുപോയി വെക്കുന്നു. ജബ്ബാർ മാഷുമാർക്കും ഈ ബർസഖുണ്ട്, വിശ്വാസികൾക്കും ഈ ബർസഖുണ്ട്, പരിഹസിക്കുന്നവർക്കും ഈ ബർസഖുണ്ട്. പുതിയ കോളേജുകളിൽ ഉന്നത പഠനങ്ങൾ നടത്തുന്ന മക്കളെ, ഏത് ചിന്തകൾ നിങ്ങളെ സ്വാധീനിച്ചാലും, ഏത് ഓൺലൈനിലൂടെ നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടാലും, ഈ കേൾക്കുന്ന ഖുതുബകളിൽ നിന്ന്, ഈ കേൾക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന്, ഈ കേൾക്കുന്ന നമ്മൾ വായിച്ച പഠിച്ച ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന് വഴുതാൻ ആരൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചാലും സുഖജീവിതമാണെന്ന് വിചാരിക്കണ്ട. എല്ലാം അവസാനിച്ച് റബ്ബിലേക്ക് പോകുമ്പോ ഈ ബർസഖിൽ നമ്മൾ കടന്നേണ്ടതുണ്ട്. അത് റബ്ബിന്റെ തീരുമാനമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് നമ്മുടെ പുതിയ മക്കൾക്ക് പരലോക ചിന്തയില്ല. അതൊക്കെ തന്തബൈവ് എന്നാ പറയണത്. വല്യപ്പ അവരെ ഉപദേശിക്കുമ്പോ, അതുപോലെ തന്നെ വാപ്പ ഉപദേശിക്കുമ്പോ, അതുപോലെ തന്നെ സഹോദരൻ ഉപദേശിക്കുമ്പോ, കാരണവന്മാർ ഉപദേശിക്കുമ്പോ, അതൊക്കെ തന്തവൾ വൈബ്, തള്ള വൈബ്, പഴയ വൈബ്, പുതിയ വൈബല്ല. ഞാൻ ആരെയും ഇടങ്ങറാക്കാൻ പറയല്ല. മക്കൾക്ക് ഇതെല്ലാം അവിടെ ചെന്നാൽ കാണുന്ന സംഗതിയല്ലേ. കണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇത്തരം ആളുകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ കടമെടുത്തുകൊണ്ട് അവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇത് അഭിമുഖീകരിക്കും. അപ്പോ ഈ ദമ്മത്ത് ഖബറിന്റെ ഇടുങ്ങൽ അതുണ്ട്. സത്യവിശ്വാസി തൗഹീദ് അനുസരിച്ച് അമലി സ്വാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ടോ, പിന്നീട് രണ്ട് ഭാഗത്തേക്ക് വിശാലമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ആ ബർസഖ് ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് അനുഭവങ്ങൾ വരാനുണ്ട്. അതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് മലക്കുകൾ അവിടെ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഉണ്ടല്ലോ. മൻ റബ്ബുക വമാ നബിയുക വമാ ദീനുക വമൻ നബിയുക. നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കും. അല്ലാഹു റബ്ബി എന്ന് പറയണ്ടേ? അതിന് റബ്ബിനെ ആദരിക്കണം, ബഹുമാനിക്കണം, റബ്ബിന് ശുക്ർ കൊടുക്കണം, റബ്ബിന് ഉത്തരം കൊടുക്കണം. അവർക്കേ അത് പറയാൻ കഴിയൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കാണിക്കും. ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഅ്മിൻ പറയും, മുഅ്മിനത്ത് പറയും, ഇത് മുഹമ്മദ് നബിയാണ്, നബിയാണ്, നബിയാണ്. എങ്ങനെ നിനക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്? അവിടുന്ന് പറയുന്ന മറുപടി എന്താ? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് ഓതിയിട്ടുണ്ട്. വആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വഅമിൽതു ബിഹി, ഞാൻ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഖുർആൻ ഓതി, അതിന്റെ ആശയം മനസ്സിലാക്കണം, അപ്പോഴേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്നുള്ള ഹുക്കം അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അറിയണം, പഠിക്കണം. യുഎസ്എൽഎസിന്റെ ക്ലാസ് ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. ആഴ്ചയിൽ കുടുംബസമേതം വന്നിരുന്ന് പഠിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എത്ര ആൾക്ക് സാധിക്കുന്നുണ്ട്? പലർക്കും പല തിരക്കല്ലേ പറയാനുള്ളത്. എല്ലാ തിരക്കും അവസാനിച്ച് ഖബറിലെത്തുമ്പോൾ നമുക്ക് തിരക്കുണ്ടാവില്ല. പക്ഷെ ഈ മറുപടി പറയാൻ കഴിയില്ല. ഖറഅതു കിതാബല്ലാഹ് വആമൻതു ബിഹി വഅമിൽതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചു, ഞാൻ അതനുസരിച്ച് പ്രവർത്തിച്ചു. ആ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വന്നത് ഈ നബിയാണ്. അങ്ങനെ നബിനെ കുറിച്ച് പറയാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ച ചര്യകളെ പിൻപറ്റുന്ന, ബിദ്അത്തിലേക്ക് പോവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രം അങ്ങനെ പറയാൻ കഴിയും. ദീന് ഇസ്ലാമാണെന്ന് പറയാൻ മുസ്ലിമിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ അത് ക്ലിയർ ആയിരിക്കണം. അതാണ് ഒരുക്കം, മുന്നൊരുക്കം. അതിപ്പോൾ പുതിയ തലമുറ അത് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. മദനിയായവർ, സുല്ലബിയായവർ, ബിരുദമെടുത്തവർ പോലും ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആനെ നിഷേധിക്കുന്നു, ഹദീസ് ഓതിക്കൊണ്ട് ഹദീസിനെ നിഷേധിക്കുന്നു. പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? അവരെ നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ തിരിച്ചു നടക്കുകയാണ്. ഒരു ദുരന്തം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഇത്തരം വിജ്ഞാനവേദികൾ, മതപരമായ അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും മുടക്കാതെ മാസത്തിൽ ഇതുപോലെ നമ്മൾ ഇരുന്ന് പഠിക്കണം പ്രിയപ്പെട്ടവരെ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അതുകൊണ്ട് അല്ലാഹു മരണ സന്ദർഭത്തിലും ബർസഖിലും സ്ഥൈര്യം അല്ലാഹു നൽകും. അതിന്റെ യഥാർത്ഥ വക്താക്കളായി നമ്മൾ മാറണം. പിന്നെ ബർസഖിലെ ഖബറിലെ 4ാമത്തെ ഘട്ടം, ഒരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെടുകയാണ്. മുഅ്മിനീങ്ങൾക്ക് നല്ല സുന്ദരനാണ് വരുന്നത്. ആരാണ് നീ എന്ന് അത്ഭുതത്തോടെ ചോദിക്കും. അവിടുന്ന് പറയുന്നു, അന അമലുക്കൽ സ്വാലിഹ്, ഞാൻ നിന്റെ നല്ല നല്ല അമലുകളാണ്. നീ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തില്ലേ? നീ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചില്ലേ? നോമ്പ് നോക്കില്ലേ? സുന്നത്ത് നോമ്പുകൾ ഉണ്ടായില്ലേ? ദിക്റുകൾ ഉണ്ടായില്ലേ? ഇബാദത്തുകൾ ഉണ്ടായില്ലേ? ഇന്ന ഇന്ന നന്മകളൊക്കെ നിനക്കുണ്ടായില്ലേ? കുടുംബ ബന്ധങ്ങൾ നീ ചേർത്തില്ലേ? അയൽപക്ക ബന്ധം നീ ക്ലിയർ ആക്കിയില്ലേ? കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും പേരമക്കളും വല്ലിപ്പയും ഒക്കെ അവരുടേതായ റോളുകളിൽ എല്ലാം ക്ലിയർ ചെയ്തില്ലേ? എല്ലാം നന്മകളാണ്. ആ ഓരോന്നും നല്ല വെളുത്ത പുള്ളികളായി രേഖപ്പെട്ട് അന അമലുക സ്വാലിഹ, വളരെ ആനന്ദമായിരിക്കും അത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റേ ഖബറിലോ വളരെ വിരൂപിയായ പേടിപ്പിക്കുന്ന രൂപം വരുന്നു. ആ ബർസഖിൽ ഒരു മൂലയിലേക്ക് അട്ടഹസിച്ചുകൊണ്ട് ബേജാറോടെ ചോദിക്കുന്നു, നീ ആരാണ്? ആ ഭയപ്പെടുത്തുന്ന അട്ടഹാസത്തോടെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയുന്നു, അന അമലുക്കൽ ഖബീഹ്, ഞാൻ നിന്റെ മോശപ്പെട്ട അമലുകളാണ്.
നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, നിന്നോട് ചെയ്യാൻ പറഞ്ഞ ഇന്നൊന്നും നീ ചെയ്തില്ലല്ലോ, പാടില്ല എന്ന് പറഞ്ഞ ഇന്നതൊക്കെയല്ലേ നീ ചെയ്തത്. ഓരോ തിന്മകളും നീ ചെയ്തപ്പോൾ അതെല്ലാം കറുത്ത പുള്ളികളായി രേഖപ്പെട്ട് അന അമലുക്കൽ ഖബീഹ് അന അമലുക സയ്യിഅ. ഈ രണ്ട് ബർസഖിൽ ഏതായിരിക്കും നമ്മുടേത്? പ്രിയപ്പെട്ടവരെ, നമുക്കതാ മുവഹിദുകൾക്ക്, നന്മയുടെ വക്താക്കൾക്ക്, സുന്ദര രൂപം കണ്ടവർക്ക് മലക്കിന് അല്ലാഹു അങ്ങനെ പറഞ്ഞേക്കുമ്പോ ബർസഖിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറക്കപ്പെടുകയാണ്. മണവാളൻ മണവാട്ടിയെ പരിചയപ്പെട്ട് ആനന്ദത്തിൽ ആ മണിയറയിൽ കിടന്നുറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് സ്വർഗം കണ്ട് കിടക്കാൻ സാധിക്കുന്ന മനുഷ്യൻ റബ്ബിനോട് പറയുന്നു, റബ്ബി അഖിമിസ്സാ, റബ്ബേ ലോകം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഈ ലോകം ഇല്ലാതെയാക്കി മഹ്ശർ വേഗം ഉണ്ടാക്കി റബ്ബേ, എനിക്ക് ആ സ്വർഗത്ത് പോവാലോ. നല്ലൊരു ബർസഖ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നേരെ മറിച്ച് ആ മോശപ്പെട്ട വിരൂപിയെ കണ്ട് ബേജാറായി ആ വ്യക്തി നിന്റെ തിന്മകളാണ് ഞാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് നരകത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു. വിദൂരത്ത് കിടന്ന് അതിലെ അട്ടഹാസങ്ങൾ, അതിലെ വേദനകൾ, അതിലെ പ്രയാസങ്ങൾ, അതിന്റെ ചൂടുകൾ അനുഭവിക്കുന്ന മനുഷ്യൻ റബ്ബിനോട് പറയുന്നു, റബ്ബിലാ തുഖിമിസ്സാ, റബ്ബേ ഇപ്പോഴൊന്നും ഈ ലോകം അവസാനിപ്പിക്കല്ലേ. കുറെ കാലം അങ്ങനെ ഉണ്ടായിക്കോട്ടെ, കാരണം എനിക്ക് പോയി കിടക്കാനുള്ള നരകം ഞാനിതാ ദൂരം അനുഭവിക്കുന്നു, ഇപ്പോഴൊന്നും സംഭവിക്കണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എന്നാണോ ഇത് രേഖപ്പെടുത്തിയത് അന്നാണ് ഇത് സംഭവിക്കുക. ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ അള്ളാഹു പരിഗണിക്കില്ല. റബ്ബ് നിശ്ചയിച്ച സമയത്ത് സംഭവിക്കും. ഇതിൽ ഏത് ബർസഖ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. ആ ബർസഖിൽ എത്ര കാലമാണ് നമ്മൾ കഴിച്ചു കൂട്ടേണ്ടി വരിക നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ 5-ാമത്തെ ഭാഗം, നിന്റെ വലത് ഭാഗത്തേക്ക് നോക്ക്, മുഅ്മിനീങ്ങളോട് പറയും. അപ്പോൾ സ്വർഗം കണ്ടു കിടക്കുകയാണ്. അതിനു മുമ്പ് നരകം അവനെ കാണിക്കും. ആ മനുഷ്യൻ ബേജാറായി നിൽക്കുമ്പോ, ഇതല്ല നിന്റെ സീറ്റ്, നിന്റെ സ്വർഗമാണത് എന്ന് പറഞ്ഞ് സ്വർഗം കാണിക്കപ്പെടുന്നു. നീ എങ്ങാനും റബ്ബിനെ വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ സീറ്റ് ഇതായിരുന്നു. അള്ളാന്റെ കാരുണ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടു, നിനക്ക് സ്വർഗത്തിലെ സീറ്റ് ഇതാണ്. പിന്നീടതാ മറ്റേ മനുഷ്യൻക്ക് ആദ്യം സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് അയാള് സന്തോഷിക്കുമ്പോൾ, നിനക്ക് ഇവിടെയല്ല, നീ റബ്ബിനെ വഴിപ്പെട്ടിരുന്നുവെങ്കിൽ, നീ റബ്ബിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിനക്കിത് കിട്ടുമായിരുന്നു. നീ അനുസരിക്കാത്തത് കൊണ്ട് ഇതാ നരകമാണെന്ന് പറഞ്ഞ് വീണ്ടും നരകത്തിന്റെ യാതന അനുഭവിക്കുകയാണ്. ഇതാണ് ബർസഖിലെ 5-ാമത്തെ ഘട്ടം. അങ്ങനെ രണ്ടാലൊരു ഘട്ടത്തിൽ അയാൾ അത് അനുഭവിക്കുകയാണ്. എത്ര വർഷം നമുക്കറിയാം, അല്ലാഹുക്ക് മാത്രമേ അറിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മുജ്രിം പാപി ആ ബർസഖിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മുഅ്മിൻ അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ ആനന്ദം കണ്ടു കടന്നുകൊണ്ടേയിരിക്കുന്നു. 2-ാമത്തെ ഊത്തുണ്ടായി കഴിഞ്ഞാൽ മഹ്ശർ സംഭവിക്കുകയാണ്. ആദ്യത്തെ ഊത്തോടെ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നു. 2-ാമത്തെ ഊത്തിനും ആദ്യത്തെ ഊത്തിനുമിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൈന നഫഖതൈനി 40. 40ന്റെ ഒരു കണക്കാണ് പറഞ്ഞത്. 40 ദിവസമാണോ, 40 മാസമാണോ, 40 വർഷമാണോ, അല്ലാഹു അഅലം. അങ്ങനെയുള്ളൊരു 40ന്റെ കണക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് പൂർത്തിയായാൽ ഒരു മഴ പെയ്യുകയാണ്. ആ മഴയിൽ മുളച്ചു വരികയാണ് രണ്ടാമത് നമ്മൾ. അള്ളാഹു വേറെ ഒരു രൂപം അള്ളാഹു നമുക്ക് നൽകുകയാണ്, വേറൊരു പടപ്പ് അള്ളാഹു നമ്മെ പടക്കുകയാണ്. അങ്ങനെ നമ്മളതാ റബ്ബിന്റെ അടുക്കലേക്ക്, മഹ്ശറിലേക്ക് എല്ലാവരും വരുന്നു. ആദ്യമായി ഖബർ പിളർന്നു വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവരും കടന്നു വരും. നമ്മെ തെളിച്ചു കൊണ്ടുപോവാൻ ആളുണ്ടാകും. എല്ലാവരുടെ കൂടെയും ഒരു സാക്ഷിയും ഉണ്ടാകും. അതുപോലെ തന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരാളും ഉണ്ടാകും. ഒരാൾക്കും ആ വിളി കേട്ട് പിന്നാലെ പോവലല്ലാതെ നിവൃത്തിയില്ല. ആ വിളിച്ചു കൊണ്ടുപോകുന്ന, തെളിച്ചു കൊണ്ടുപോകുന്ന റബ്ബ് വിളിച്ചേടത്തേക്ക് പോവലല്ലാതെ ഒരിക്കലും അവിടെ മാറി നിൽക്കാൻ സാധ്യമല്ല. അതാണ് മഹ്ശർ.
ആ മഹ്ശറിലേക്ക് മനുഷ്യന്മാരെത്തിക്കഴിഞ്ഞാൽ എല്ലാ അമ്പിയാക്കളും അവരുടെ ഹൗദിങ്ങലുണ്ടാകും. ഏറ്റവും ആഴമായ ഹൗദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഹൗദാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഹക ഹുവൽ അബ്തർ. ആ ഹൗദിങ്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകും. ഈ ഉമ്മത്തിലെ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിന്റെ അവയവങ്ങൾ, വുദൂഇന്റെ അവയവങ്ങൾ വെട്ടിത്തിളങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയും. അതിലൊരു ഭാഗം ആളുകളെ അള്ളാഹു മാറ്റി നിർത്തും. ഹൗദിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത നിഫാഖിന്റെ അഹ്ലുകാർ, കുഫറിന്റെ അഹ്ലുകാർ, ദീനിനെ മാറ്റിമറിച്ച ബിദ്അത്തിന്റെ അഹ്ലുകാർ, അവരോട് ദൂരം പോകാൻ പറയും. മുവഹിദുകൾക്ക് മുത്തഖീങ്ങൾക്ക് മാത്രമേ ആ ഹൗദിൽ നിന്ന് കുടിക്കാൻ പറ്റുകയുള്ളൂ. മരണ അവസ്ഥയിൽ അവസാനം എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലാണ് റബ്ബ് കൊണ്ടുവരുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ചവരില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് തന്റെ നെഞ്ചിൽ വീണുകൊണ്ടാണ് അദ്ദേഹം ഷഹീദാകുന്നത്. അല്ലാഹു മതിയായവനല്ലേ. അക്രമികളായ ആളുകളുടെ വിഷയത്തിൽ റബ്ബ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ വചനത്തിലാണ് രക്തം കലർന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹം ഓതി എത്തിയിട്ടുള്ളത്. എന്തൊരു ഭാഗ്യമാണ്. മഹ്ശറിൽ അല്ലാഹു ആ മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കെ ഷഹീദാവുന്ന അവസ്ഥയിൽ കൊണ്ടുവരും. ഏതൊരാളും അവസാനം ഏത് പണിയാണോ ചെയ്തത് ആ അവസ്ഥയിൽ റബ്ബ് പിടിക്കുമ്പോ അങ്ങനെ വരും. ബാങ്കുകാര് ബാങ്ക് കൊടുക്കുമ്പോ മുഅദ്ദിനുകൾ കുഴഞ്ഞു വീഴുന്നില്ലേ? അയാള് ബാങ്കുകാരനായി എഴുന്നേറ്റ് വരും. നമസ്കാരത്തിൽ സുജൂദിലും അല്ലാത്തവരും നമസ്കരിക്കുമ്പോൾ മരിക്കുന്നവരില്ലേ? അവർ അങ്ങനെയാണ് മഹ്ശറിലേക്ക് വരുന്നത്. തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കെ മരിക്കുന്നവർ അവരത് ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർ, അങ്ങനെ മരിച്ചവർ ആ അവസ്ഥയിലാ വരുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മ്യൂസിക് കേട്ടുകൊണ്ട് ഇങ്ങനെ മരിക്കുന്നവർ എത്രയെത്ര കുട്ടികളാ. ഹെഡ്സെറ്റാണ്, ഇയർഫോണാണ് ചെവിയിൽ. എന്റെ നാടിന് തൊട്ടടുത്ത് റെയിൽവേ ഉണ്ട്. ഇത് രണ്ടും ചെവിയിൽ തിരികിയിട്ട് ഇങ്ങനെ ഗാനം കേട്ടിങ്ങനെ പോകുമ്പോ ട്രെയിൻ വന്ന് ഇടിച്ചങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നാളെ പരലോകത്ത് ആ ഗാനം, ആ മ്യൂസിക്, അതിൻ്റെതായ ഹറാമ് കേട്ടുകൊണ്ടല്ലേ, ആ അവസ്ഥയിലല്ലേ അത്തരം ആളുകൾ വരുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റുള്ളവരുടെ ഭൂമികൾ പറ്റിച്ച് അതുപോലെ തന്നെ പലതും ചെയ്തുകൊണ്ട് വഖഫെല്ലാം ഇങ്ങനെ താളുമാറായി കിടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ അതിനെ മാറ്റിമറിക്കുമാറാവട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ രീതിയിൽ ഭൂമിയുടെ ഇടപാടുകൾ പ്രിയപ്പെട്ടവരെ അന്യന്റേത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള 7 ഭൂമികളെ താണ്ടിക്കൊണ്ടാണ്, വഹിച്ചുകൊണ്ടാണ് റബ്ബിന്റെ അടുക്കലേക്ക് അവർ വരിക. വഞ്ചിച്ചത്, ആളുകളെ കബളിപ്പിച്ചത്, അതിനെയെല്ലാം കൊണ്ടുവരും. റബ്ബ് അവിടെ തീരുമാനമാക്കും. ഹാജി ഇഹ്റാമിലിരിക്കുന്ന വ്യക്തി മുലബ്ബിയാ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് റബ്ബ് അവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ഏത് രീതിയിലായിരിക്കും? നമ്മുടെ ആഖിബത്ത് എങ്ങനെയായിരിക്കും? ആരും കാണാതെ ഒരേ വീട്ടിൽ തന്നെ 4 റൂമുകൾ ഉണ്ടെങ്കിൽ, 5 റൂമുകൾ ഉണ്ടെങ്കിൽ, ആ വീട്ടിൽ വാപ്പയതാ മൊബൈലിലാണ് അർദ്ധരാത്രിയിലും, ഉമ്മ അതാ അപ്പുറത്ത് മൊബൈലിലാണ്, മക്കളും പേരമക്കളും ഒക്കെ മൊബൈലിലാണ്. ആരുമില്ലാതെ ഒറ്റക്കാണെന്ന് വിചാരിക്കുന്ന റൂമിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ റബ്ബ് പിടിച്ചാൽ ആ ഹറാം ആസ്വദിക്കുന്ന അവസ്ഥയിലാ നീ പരലോകത്ത് വരിക. ഒരു മാറ്റം നമുക്ക് വേണ്ടേ? ഒരു ഒരുക്കം നമ്മൾ നടത്തണ്ടേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഒരു ചിന്ത ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് ഗൗരവത്തോടു കൂടി പറയുന്നത്. ആത്മഹത്യകൾ ചെയ്യുന്നവരില്ലേ? പ്രണയങ്ങൾ അതിരുകടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ മക്കളൊക്കെ ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെ, വാട്സപ്പിലൂടെ കണ്ടെത്തുകയാണ്. എന്നിട്ടിപ്പോ നമ്മളോ ഒരുപാട് കാര്യം വരുമ്പോ കുട്ടി പറയും ഇപ്പോഴൊന്നും കല്യാണം വേണ്ട. കുറെ കഴിഞ്ഞിട്ട് കുട്ടി പറയും ഞങ്ങളിങ്ങനെ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇതെന്നെ മതി, വേറെ ജീവിതം ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചോളാം. നോക്കി നിങ്ങൾ എത്ര എളുപ്പം മരണം. ബർസഖിന്റെ ചിന്തയുണ്ടോ? റബ്ബിലേക്കാ പോകുന്നത് എന്നുള്ള ചിന്തയുണ്ടോ? അല്ലാഹ് നിശ്ചയിച്ച സമയത്ത്, അല്ലാഹ് മരിപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ ധൃതി പിടിച്ചാൽ, നമ്മൾ സ്വയം മരിച്ചാൽ
ഏതവസ്ഥയിലാണോ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ആ അവസ്ഥയിലാ പരലോകത്ത് വരുന്നത്. വിഷം കുടിച്ചവരിങ്ങനെ കുടിക്കന്നെ നരകത്തിൻ്റെതായ യാതനയിൽ. കയറിൽ കെട്ടി തൂങ്ങിയവരാണെങ്കിൽ അങ്ങനെ തീവളയത്തിൽ തൂങ്ങലെന്നെ. ഞരമ്പ് മുറിച്ചവരാണെങ്കിൽ അങ്ങനെ അഗ്നിയുടെ ആ കത്തി കൊണ്ട് മുറിച്ചങ്ങനെ തീരൽ തന്നെ. അവർക്ക് ബർസഖിൽ അതിന്റെ യാതനകൾ. മലകളിൽ നിന്ന് ചാടിയവർ, ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടിയവർ. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യകൾ വളരെ ഗൗരവമാണ്. പെട്ടെന്നുള്ള ആത്മഹത്യകൾ മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. സാവകാശമാണ്. ലഹരി ഉപയോഗം അല്ലാഹു തന്ന സുന്ദരമായ നമ്മുടെ ആന്തരികാവയവത്തെ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ ഇല്ലാതെയാക്കുകയാണ്. വലിക്കുന്ന ആളുകൾ അല്ലാഹു തന്ന നല്ല വൃത്തിയുള്ള അവയവത്തെ ശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചുകൊണ്ട്, പുകവലിച്ചുകൊണ്ട്, കറുപ്പിച്ച് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കി നമ്മൾ സ്വയം അപകടത്തിൽ ചാടുകയാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകാ ഫഅഹ്സിനൂ. നിങ്ങൾ നിങ്ങളുടെ കരങ്ങളാൽ പോയി നാശത്തിൽ പോയി വീഴരുത്. നിങ്ങൾ നല്ലവരാവണം. ഇതെല്ലാം അതിൽപ്പെടും പ്രിയപ്പെട്ടവരെ. ഏറ്റവും പുതിയ രീതി MDMA പോലുള്ള സിന്തറ്റിക് ലഹരിയാണ്. നമ്മുടെ മക്കളൊക്കെ അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ വാട്ടീസ് അടിച്ചാൽ 4 കാലിലിങ്ങനെ വരും അല്ലേ? എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കണ്ണിന്റെ നിറം മാറിയിട്ടുണ്ടാവും. സംസാരം ഇങ്ങനെ വഴിതെറ്റും. ആട്ടുണ്ടാവും. ഇത് അടിച്ചിക്കണെന്നറിയാം, കാട്രായിന്റെ ആളാന്നറിയാം. പക്ഷെ ഇന്നത്തെ മക്കള് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഈ റമദാനിൽ, ഈ കഴിഞ്ഞ റമദാനിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു വോയിസ് വിട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? അവരുടെ പള്ളിയിൽ ഇത്തികാഫിന് കുറെ ചെറുപ്പക്കാര്. അപ്പൊ അവര് വിചാരിച്ചു പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ മാറിയപ്പോ കുട്ടിയാൾക്ക് നല്ല തെക്കുവുണ്ടായി, ചെറുപ്പക്കാരൊക്കെ ഉഷാറായി എന്നാ വിചാരിച്ച്. സംഭവം എന്താണെന്നറിയോ? റമദാനിൽ MDMA എന്ന സിന്തറ്റിക് ലഹരി വിതരണം ചെയ്യാനും അത് വാങ്ങാനും പറ്റാത്ത വന്നപ്പോ ഇത്തികാഫിൽ പള്ളിയിൽ പോയി ഇത്തികാഫ് ഇരുന്നിട്ടാണ് അത് ചെയ്തത്. ഒരു വിദ്വാൻ ഇങ്ങനെ മൂത്രപ്പരന്റെ അവിടെ നിൽക്കുന്നുണ്ട്. കുട്ടികളിങ്ങനെ മുസാഫ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, വുളു ചെയ്ത് വരുന്നുണ്ട്, ഭയങ്കര ഭക്തിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോ ഈ ആളുടെ നൃത്തവും ഇയാളുടെ പെരുമാറ്റമൊക്കെ സംശയം ഉണ്ടായപ്പോ ഒരാൾ ഇങ്ങനെ ഇത്തികാഫിൽ ഇങ്ങനെ കുറച്ചേരം ഇയാളെ നിരീക്ഷിക്കാൻ നിന്നു. അപ്പൊ ഈ ഒതുടുക്കാനും മൂത്രയിക്കാനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കണം. അവരത് വാങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് മുസാഫും തുറന്നു വെച്ച് ഇങ്ങനെ സ്വർഗത്തേക്ക് ഇങ്ങനെ പോവാ. നോക്കൂ നിങ്ങൾ, ലഹരി വിതരണത്തിനും അത് സ്വീകരിക്കാൻ ഉപയോഗിച്ച മേഖല ഏതാ? അള്ളാന്റെ പള്ളി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇത്തികാഫിരിക്കുന്ന പള്ളികളിൽ അപരിചിതരുണ്ടെങ്കിൽ അവരുടെ ID പ്രൂഫ് വാങ്ങിക്കോളി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു പള്ളിയിൽ ഇത്തികാഫിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? വേണ്ടി വരും, ആധാർ വേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ചെറുപ്പക്കാരെ, നോമ്പ് പിടിച്ച മക്കളെ ഇത്തികാഫിരിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ പിടിച്ചുകൊണ്ട് MDMA എന്ന് പറയുന്ന മാരകമായ സിന്തറ്റിക് ലഹരി അതിന്റെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. എന്താ ഈ സാധനം? പഞ്ചസാര കട്ടകളിൽ ഒരു നിസ്സാര കട്ട, അത് നമ്മുടെ മക്കൾ നാവിലേക്ക് വെച്ചാൽ, നമ്മുടെ മക്കൾ ഇപ്പൊ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ലവർ ഇതൊക്കെ പോയി ഇപ്പൊ ബെസ്റ്റിയാണ്. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തിനും അധികാരമുള്ള ഒരു ചെറുക്കനാണ്. അവനോടൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല. അങ്ങനത്തെ ചില സുഹൃത്തുക്കൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബത്തിലെ നല്ല നല്ല കുട്ടികൾ ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കരിനച്ചിയിലല്ല, നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ പല കുട്ടികളുണ്ട്. അവര് ഈ ബെസ്റ്റികളുടെ കൂടെ പാർക്കിലോ കൂൾബാറിലോ അവരുടെ സ്ഥാപനങ്ങളുടെ കുറ്റിക്കാട്ടുകളിലൊക്കെ ഇരുന്നിട്ട് കിഞ്ചന സംസാരങ്ങൾ സംസാരിക്കുന്നതിനിടക്ക് ഓർഡർ ചെയ്ത ജ്യൂസിൽ നമ്മുടെ കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വില്ലൻ, ബെസ്റ്റി എന്ന് പറയുന്ന വില്ലൻ, വഞ്ചിക്കുന്ന വില്ലൻ, അവന്റെ നഖത്തിനുള്ളിൽ ഒരു പഞ്ചസാര കട്ടയുടെ അത്ര നിസ്സാരമായ അളവ് ഈ സിന്തറ്റിക് ലഹരി ഒളിപ്പിച്ചു വെച്ചാൽ, ഇവളുടെ ഗ്ലാസ്സിലേക്കൊന്ന് കുടഞ്ഞാൽ അറിയാതെ നമ്മുടെ പേരക്കുട്ടി, നമ്മുടെ പെങ്ങൾ, നമ്മുടെ മഹലിൽ ഒരു പെൺകുട്ടി ആ ബെസ്റ്റിയെ വിശ്വസിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ മസ്താണ്. അത്ര മാരകമാണ് ഈ സിന്തറ്റിക് ലഹരി. ആ 24 മണിക്കൂറിനിടക്ക് അവനോ അവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെ അവരുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയാലും ആ കുട്ടിക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല.
ചിന്തിക്കണം. പിന്നെ ആ കുട്ടിക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് സ്വബോധം വന്നാൽ പിന്നെ ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം ചുരുങ്ങിയത് ആ ഒരളവെങ്കിലും ഈ സാധനം കിട്ടണം. പിന്നെ ആ സാധനം കിട്ടുന്നിടത്തേക്ക് ആ കുട്ടി എത്തും. പിന്നെ അതിന് അവർ പറയുന്ന സംഖ്യ അവൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കും. പിന്നെ അവൾ അത് സ്ഥിരമായി ഉപയോഗിക്കുന്നവളായി മാറി. പിന്നെ അതിന്റെ കരിയറായി മാറി. എത്രയെത്ര സംഭവങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ കരുനച്ചിയിലെ നമ്മുടെ വീട്ടിലും ഇത്തരം മെമ്പർമാർ പെരുകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താ പരിഹാരമാർഗം? മരണചിന്ത, പരലോക ചിന്ത, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം. അത് മുമ്പ് മദ്രസകളിലും ക്ലാസ്സുകളിലും ഉപദേശങ്ങളിലുമൊക്കെയായി നമ്മുടെ മക്കൾ, നമ്മളൊക്കെ പഠിച്ചു വളർന്നതുപോലെ നമ്മുടെ മക്കൾക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കണം. വാപ്പ മാത്രം ക്ലാസ്സിന് വന്നാൽ പോരാ, ഉമ്മ മാത്രം വന്നാൽ പോരാ, കുടുംബസമേതം വരണം എന്നർത്ഥം. അതൊക്കെ ഉസ്താദ് നോക്കിക്കൊള്ളും, വല്ലാക്ക നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ചാൽ പോരാന്നർത്ഥം. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഈ ബോധം ഉണ്ടാക്കി കൊടുക്കലേ ഇതിന് പരിഹാരമുള്ളൂ. നമ്മുടെ സ്റ്റുഡൻസ് CRE ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ പേരക്കുട്ടി ആ ക്ലാസ്സിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആഴ്ചയിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ദിവസം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, വളരെ ഭംഗിയായി നല്ല സിലബസിൽ ഇപ്പോൾ നമസ്കാരം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ CRE ക്ലാസ്സിൽ മദ്രസ പഠനം കഴിഞ്ഞ് പിന്നെ ഭൗതിക പഠനത്തിനിടയിൽ ഒരുപാട് മതവിദ്യാഭ്യാസം നഷ്ടപ്പെട്ട മക്കൾക്ക് പരലോക ചിന്ത ഉണ്ടാകാൻ, റബ്ബിനെ ഓർക്കാൻ, നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവാൻ ഉപകാരപ്പെടുന്ന അറിവുകൾ അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ ബർസഖിലെ ഈ അവസ്ഥകളിൽ മഹ്ശറിലേക്ക് അല്ലാഹു ആ അവസ്ഥയിൽ കൊണ്ടുവന്നാൽ യാ ലൈതനീ കുന്തു തുറാബാ, തമ്മാടികളായ മനുഷ്യന്മാർ അവിടുന്ന് പറയുകയാണ്, ഞാൻ ആ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഇത് അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ വളരെ ഗൗരവമാണ്. മഹ്ശറിന്റെ അവസ്ഥ കേട്ടോ. സൂര്യന്റെ ചൂട് നമുക്കറിയാം, അർശിന്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരെ നമുക്കറിയാം. ആ കാലഘട്ടം പോലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുഹർ നമസ്കരിച്ചു അസർ കാത്തിരിക്കുന്ന സമയം പോലെ അതിങ്ങനെ കഴിഞ്ഞു പോകുമെന്നാണ്. മഹാഭാഗ്യല്ലേ. മറ്റുള്ളവർക്കോ അവരുടെ തിന്മകൾക്കനുസരിച്ച് വയർത്തടങ്ങറായി അദാബിലായിരിക്കുമെന്ന് മഹ്ശറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പരലോകത്തതാ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമായ ശിർക്ക് ചെയ്ത ആളുകൾ, വിഗ്രഹങ്ങളെ ആരാധിച്ചവർ ആ അസ്നാമുകളുടെ പിറകിലായി ഇങ്ങനെ വരും. മരങ്ങളെ ആരാധിച്ചവർ അതിന്റെ പിന്നിലായി വരും. കല്ലുകളെ ആരാധിച്ചവർ അതിന്റെ പിന്നിലായി വരും. നിർത്തിയതും ഇരുത്തിയതും കിടത്തിയതുമായ എന്തിനേക്ക് ആരാധിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നാലെ വരും. ഖബറുകളെ ആരാധിച്ചവർ അതിന്റെ പിന്നാലെ വരും. പ്രിയപ്പെട്ടവരെ, ഓരോ ഉമ്മത്തിലും ഓരോ വിഭാഗമുണ്ടല്ലോ. അവരെല്ലാം ഒരേ വിഭാഗമാക്കി, അവരെ ഓരോ കൂട്ടാളികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുവരും. ഇലാഹാവാൻ കൊതിച്ച് ഞാൻ ഒരു ആൾ ദൈവമാണെന്ന് സ്വരൂപിച്ച ആളുകളുണ്ട്. അവരുടെ പിന്നിൽ അവരുടേതായ ആളുകളെ അല്ലാഹു അണിനിരപ്പിക്കും. ഇലാഹാവാൻ കൊതിച്ചിട്ടില്ല, പക്ഷേ ആരാധിക്കപ്പെട്ടു. ഈസാ നബി അതിൽപ്പെട്ടതാണ്, മറിയം ബീവി അതിൽപ്പെട്ടതാണ്, മുഹ്യിദ്ദീൻ ശൈഖ് അതിൽപ്പെട്ടതാണ്. ഇങ്ങനെ ശുഹദാക്കന്മാര് കുറെയുണ്ട്. അവരെയെല്ലാം ആരാധിച്ച ആളുകൾ വേറെ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ തിന്മകളുടെ ആളുകൾ ഓരോ ഉമ്മത്തിലേതൊക്കെ അവസ്ഥയിലായിരുന്നോ അതേ രീതിയിൽ അല്ലാഹു ഇങ്ങനെ അണിചേർക്കും. ഫരീഖും ഫിൽ ജന്നാ വ ഫരീഖും ഫിസ് സഈർ. ഒരു ഭാഗത്തെ നരകത്തിലേക്കും ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും അല്ലാഹു വേർതിരിക്കുകയാണ്. ശഫാഅത്തിന്റെ മർഹലകളുണ്ട്, ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിചാരണയുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, സിറാത്തിൽ തന്നെ ഒരു ഭാഗമാണോ അതല്ല മറ്റൊരു പാലമാണോ? കൻതറയുണ്ട്. ആ കൻതറയും കഴിഞ്ഞിട്ടാണ് നരക സ്വർഗത്തിലേക്ക് അല്ലാഹു വേർതിരിക്കുന്നത്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ ഫഅന്നാ ലഹു ദിക്റാ. അല്ലാഹു വരുന്നു,
മലക്കുകൾ അതാ സഫ് സഫായി നിൽക്കുന്നു. റബ്ബദാ വിചാരണ ചെയ്യുന്നു. ഓരോന്നും അല്ലാഹു തീരുമാനമെടുക്കുകയാണ്. നരകം കൊണ്ടുവരികയാണ്. ആ നരകത്തിന്റെ ആ ഗൗരവം മനുഷ്യന്മാരപ്പോൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പോഴാണോ ചിന്തിക്കേണ്ടത്? ദുനിയാവിലല്ലേ ചിന്തിക്കേണ്ടതെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നരകത്തിന് നരകത്തിൻ്റെതായ അദാബ്, പിശാചിനെ വഴിപ്പെട്ട ആളുകൾക്ക് ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. പിശാചിനെ തൃപ്തിപ്പെടുത്തിയ ആളുകൾക്ക് നരകമാണ്. അതിന് 7 കവാടങ്ങളുണ്ട്. ആ 7നും നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കാൻ മലക്കുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സിറാത്തിൽ നിന്ന് വീണാൽ ഈ അല്ലാഹു നിശ്ചയിച്ച ഏതെങ്കിലും ഒരു നരകത്തിലേക്കാണ് പോവുക. ആ സിറാത്ത് ഹിയ അദഖു മിന അശ്ശഅറ വ അഹദ്ദു മിന അസ്സൈഫ്. വാളിനേക്കാൾ മൂർച്ചയുള്ള, മുടിയേക്കാൾ ലോലമായ, ശക്തമായി അല്ലാഹു ഇളക്കിക്കൊണ്ടിരിക്കുന്ന പാലം. ആ പാലത്തിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ഈ നരകമാണ്. ജഹന്നം, ജഹീം, ലളാ, ഹുത്തമ, ഹാവിയ, സഈർ, സഖർ. ആ ഓരോ നരകത്തിന്റെയും അതിൽ വരാനുള്ള ആളുകളുടെ നീണ്ട പട്ടിക. എന്തുകൊണ്ട് ജഹന്നം, എന്തുകൊണ്ട് ലളാ, എന്തുകൊണ്ട് ഹുത്തമ, എന്തുകൊണ്ട് ഹാവിയ? അവർ ചെയ്ത പാപങ്ങൾ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ നിരന്തരമായി പഠിക്കണം. ഈ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് 8 കവാടങ്ങൾ. അതിലേതെങ്കിലും ഒരു കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ സ്വർഗത്തിലെ ആനന്ദം, അതിലേറ്റവും വലിയ ആനന്ദം അല്ലാഹനെ കാണലാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. നല്ലത് പ്രവർത്തിച്ചവർക്ക് സ്വർഗമുണ്ട്. വസിയാദ, അധികമായി വേറെ പലതുമുണ്ട്. ആ അധികമായി പറഞ്ഞത് എന്താണ്? അന്നദുറു ഇലാ വജ്ഹില്ലാഹ്. അല്ലാഹുവിനെ കണ്ടിരിക്കലാണ്. കണ്ണെടുക്കാതെ മുഅ്മിൻ ആനന്ദിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നമുക്ക് കാണിച്ചു തരികയാണ്. ആ റബ്ബിനെ കാണാനല്ലേ, റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചല്ലേ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും, പള്ളി ഉണ്ടാക്കിയതും, മദ്രസ ഉണ്ടാക്കിയതും, മക്കളെ പോറ്റിയതും, ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തതും, സന്തോഷത്തിൽ കുടുംബജീവിതം നയിച്ചതും, ദഅവാ പ്രവർത്തനങ്ങൾ ചെയ്തതൊക്കെ റബ്ബിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ റബ്ബിനെ കാണലാണ് ഏറ്റവും വലിയ ആനന്ദം. അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ചയിൽ ഒരു സൂക്കിലേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നുണ്ട്. ആ സൂക്കിലെ ഒരു കാറ്റ് വീശി നമ്മുടെ സൗന്ദര്യം അല്ലാഹു അധികരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇണയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ ഇണ പറയും, നിങ്ങളുടെ അലങ്കാരം, നിങ്ങളുടെ സൗന്ദര്യം അധികരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഇണയോട് നമ്മൾ പറയും, നിന്റെ സൗന്ദര്യവും അധികരിച്ചിട്ടുണ്ടല്ലോ. ഇത് എല്ലാ ആഴ്ചയിലും സ്വർഗത്തിൽ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയ ആനന്ദം എന്താണ്? സോഫകളിൽ ചാരിയിരുന്ന് തന്റെ ഇണകളോട് സംസാരിക്കലാണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ കൂടെ ഒരേ വിരിപ്പിൽ കടന്ന നമ്മുടെ പെണ്ണുങ്ങൾ, ആ സ്വർഗത്തിൽ അല്ലാഹു നിശ്ചയിച്ചാൽ തഖ്വയും ഈമാനും അമൽ സ്വാലിഹാത്തുകൾ ഉണ്ടോ, അല്ലാഹു സ്വർഗത്തിൽ നമ്മളെ ഇണകളാക്കി തരും. പടച്ചോനെ അവിടെ ഇവളെന്നെന്ന് വിചാരിക്കണ്ട, പടച്ചോനെ അവിടെ ഇയാളെന്നെ വിചാരിക്കണ്ട. കൻതറയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മോശപ്പെട്ട മനസ്സിലെ വിചാരങ്ങളെയും സ്വഭാവങ്ങളെയും എടുത്തു നീക്കും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. അപ്പോൾ പിന്നെ ആള് തന്നെ സ്വഭാവം മാറിയിട്ടുണ്ട്, നല്ല മനുഷ്യനായിട്ടുണ്ട്, നല്ല പെണ്ണായിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളി, എൻ്റെ ഈ ഇണയെ, എൻ്റെ ഈ ഭർത്താവിനെ, എൻ്റെ ഈ ഭാര്യയെ, എൻ്റെ ഈ മക്കളെ കുടുംബസമേതം എനിക്ക് സ്വർഗത്തിൽ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചോളി. ആത്മാർത്ഥമായിട്ട് നൽകും. ഹൂർലിങ്ങളിൽ നിന്നുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ഇണകളിൽ നിന്നുണ്ടാകും. ഈ ഇണകൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരുപാട് ന്യൂനതകൾ അവർക്കുണ്ട്. ഹൈദുണ്ട്, നിഫാസുണ്ട്, അതുപോലെ തന്നെ മൂത്രമുണ്ട്, കാഷ്ടമുണ്ട്, ജലദോഷമുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും സ്വർഗത്തിലെ സ്ത്രീകൾക്കില്ല. അല്ലാഹു പുതിയൊരു ഉണ്ടാക്കുകയാണ്. അവിടെ അദാ ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. പരിശുദ്ധകളാണവർ. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം,
ദുനിയാവിലെ നമ്മുടെ ഇണകളാണ്, നമ്മുടെ പെണ്ണുങ്ങളാണ്. അവർക്ക് അല്ലാഹു ദുനിയാവിലെ ഈ ഐബുകളൊന്നും ആ സ്വർഗത്തിലില്ല. അവരെ വേറെ മാറ്റിമറിച്ചിരിക്കുന്നു. വിയർപ്പില്ലാത്ത പെണ്ണ്, ജലദോഷമില്ലാത്ത പെണ്ണ്, ഹൈദില്ലാത്ത പെണ്ണ്, നിഫാസില്ലാത്ത പെണ്ണ്, പരിശുദ്ധയായ പെണ്ണ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കത് കിട്ടുമോ? ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ അടുത്ത് സംഭവിച്ചത് നമ്മളൊന്ന് ചോദ്യചിഹ്നമായി ചോദിക്കട്ടെ. നസ്രിയ സുൽത്താന എന്ന് പറയുന്ന തിരൂർക്കാരി, എൻ്റെ നാട്ടിലൊരു പെൺകുട്ടി. അവളൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അവൾക്ക്. അതിലൂടെ പരിചയപ്പെട്ട അയൽവാസിയായ ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മാനോട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാണ്, എനിക്ക് സന്തോഷാണ്, ആനന്ദാണ്, എന്നെ സംരക്ഷിക്കും, എന്റെ കുട്ടിനെ സംരക്ഷിക്കും, നിങ്ങൾ വിഷമിക്കണ്ട. അപ്പൊ ഉമ്മ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ വരികയാണ്, എനിക്ക് എന്തുമാത്രം വിഷമുണ്ടെന്ന് അറിയോ, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ, നിനക്കൊരു ഭർത്താവില്ലേ, നിനക്കൊരു കുട്ടിയില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണോ പരിഹാരം? ആ നസ്രിയ സുൽത്താനയുടെ ആങ്ങള, അവളേക്കാൾ പ്രായം കുറഞ്ഞവനാ, ഇത്താത്തയോട് സോഷ്യൽ മീഡിയയിൽ പറയാ, പെങ്ങളെ നിങ്ങളെ പരിഗണിക്കും, നിങ്ങൾക്ക് സന്തോഷം തരും, നിങ്ങൾക്ക് ആനന്ദം തരും, നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ കുട്ടിയെയും സംരക്ഷിക്കും എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും കറിയിലെ കറിവേപ്പില വെന്ത് കഴിഞ്ഞാൽ പുറത്തിടുന്നത് പോലെ നിങ്ങളെ പിച്ച് ചീന്തും വലിച്ചെറിയും. ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ അവൻ ഒഴിവാക്കും. അതുകൊണ്ട് പൊന്നിത്താത്ത മടങ്ങി വരും. അവരുടെ ചരിത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആദ്യ ഭർത്താവ് മതപണ്ഡിതനാ, പക്ഷേ ആദ്യത്തിൽ 2 കല്യാണം കഴിച്ചത് അയാൾ മറച്ചു വെച്ചു, അത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് 3ാമതൊരു കല്യാണമായിട്ട് ഇവിടെ കിട്ടുന്നത്, 4ാമത് വേറെ ഒന്ന് കെട്ടു. ഇസ്ലാമിൽ 4 കെട്ടണതിന് പ്രശ്നമൊന്നുമില്ല. അതിന് ആവശ്യമുള്ളവർ, അതിന് തോക്കത്തുള്ളവർ, അതിന് അല്ലാഹു നിശ്ചയിച്ച ആളുകൾക്ക് ആവാം. എന്നാൽ അത് മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടായിരിക്കരുത്. ആ രീതിയിൽ സംഭവിക്കുമ്പോൾ ഇവൾ പ്രശ്നങ്ങളായി, ഇവൾ വാടകയ്ക്ക് നിൽക്കേണ്ടി വന്നു, ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് പരിഹാരം ഒരു ഹൈന്ദവന്റെ കൂടെ ഇറങ്ങിപ്പോവല അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പുതിയ മക്കൾക്ക് മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ, അവരുടെ സങ്കടമുണ്ടായാൽ എന്താണ് എന്നത് പറഞ്ഞു കൊടുക്കൽ ഒരു അനിവാര്യമാണ്. മുൻഗാമികൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാ കഴിച്ചുകൂട്ടിയത് നമ്മൾ പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ്. 3 വചനങ്ങളുണ്ട്, 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അത് ഒന്ന് ചെയ്താൽ അള്ളാഹു കബൂലാക്കൂല, 2ഉം ചെയ്യണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്ന് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം. അല്ലാഹ് ചേർത്ത് പറഞ്ഞതാണ്. അല്ലാഹനെ ഒരാൾ അനുസരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചിട്ടില്ലെങ്കിൽ കബൂലാക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അനുസരിച്ചു, അല്ലാഹനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ കബൂലാക്കൂല. അല്ലാഹനെയും അവന്റെ റസൂലിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം, അപ്പോഴേ അത് കബൂലാക്കൂ. നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. 5 നേരം നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കണമെങ്കിൽ അല്ലാഹു കബൂലാക്കൂല. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നില്ലെങ്കിൽ കബൂലാക്കൂല. ഇത് 2ഉം ചേർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണം, സക്കാത്തും കൊടുക്കണം. അതുപോലെ അല്ലാഹു ചേർത്ത് പറഞ്ഞതാണ് അനിഷ്കുർ ലില്ലാഹി വലിവാലിദൈ, അല്ലാഹുവിന് നീ ശുക്ർ കൊടുക്കണം, അള്ളാന്റെ അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കണം. ഇത് അള്ളാഹു ചേർത്ത് പറഞ്ഞതാണ്. ഒരാൾ അള്ളാഹിന് നല്ല ശുക്ർ കൊടുക്കുന്നുണ്ട്, മാതാപിതാക്കളോട് ശുക്രില്ലെങ്കിലോ, അവരെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അവരെ കരയിപ്പിക്കുന്നു, സങ്കടപ്പെടുത്തുന്നു, അയാളെ അള്ളാഹു കബൂലാക്കില്ല. അതുകൊണ്ട് നസ്രിയ സുൽത്താനമാർ ആവർത്തിക്കാൻ പാടില്ല. ആ ഉമ്മയെ വേദനിപ്പിച്ചതിന് ഇപ്പോ ഏറ്റവും പുതിയ അവളുടെ വീഡിയോ എന്താണെന്നറിയോ? ഓന്റെ മകനെ ഒരു വ്ളോഗിങ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവുകയും ഒരു പാഠം വ്ളോഗ് ചെയ്യാണ് ആ കുട്ടി. എന്നിട്ട് ആ കുട്ടിയോട് അവള് പറയണ ഇന്റർവ്യൂല്, മോനെ നീ എന്നെ വിഷമിപ്പിക്കരുതിട്ടോ, നീ ഉമ്മാനെ വിട്ടുപോകരുതിട്ടോ. ഓളെ ഏറ്റവും വലിയ ആഗ്രഹം ആ കുട്ടി അവളെ വിട്ടുപോകരുതെന്നാണ്. ഓള് ചെയ്തതോ ആ ഉമ്മയെ കരയിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നതാ. ഓൾക്ക് ദുനിയാവ് തന്നെ കിട്ടൂലേ? അള്ളാഹു ആ സഹോദരിക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ആവർത്തിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്? പരലോക ചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നു. മടക്കയാത്രയെക്കുറിച്ചുള്ള ബോധം, വിശ്വാസം, ഭയം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ഈ കഴിഞ്ഞ മുഹറം 10 പൊന്നാനിയിൽ ഒരു കൊലപാതകം ഉണ്ടായി. ഖദീജ എന്ന് പറയുന്ന ഭാര്യയെ യൂനിസ് കോയ എന്ന് പറയുന്ന ഭർത്താവ്, എന്റെ നാട്ടുകാരൻ തിരൂരുകാരനാണ് ആ ഭർത്താവ്, പൊന്നാനിയിലുള്ള ഭാര്യയെ ആ നോമ്പെടുത്തുകൊണ്ട് മുഹറം 10 സുന്നത്ത് നോമ്പെടുത്തുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാ. ആ ബാത്റൂമിലേക്ക് കയറി കമ്പിപ്പാര കൊണ്ട് അടിച്ചു കൊന്നു. എന്നിട്ട് അടിവസ്ത്രം മാത്രമിട്ടിട്ട് അവൻ ഓടി, കനോലി കനാലിൽ ചാടി. അവൻ അപ്പുറം നീന്തി എത്തി. ആരോടോ വസ്ത്രത്തിന് യാചിച്ചു. ആരോ വസ്ത്രം കൊടുത്തു. ആ വസ്ത്രം ഇട്ടിട്ട് അവൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഹൈദരാബാദിലേക്ക് പോയി. അവിടുന്ന് പിടിക്കപ്പെട്ടു. അപ്പോ കിതാബ് ഓതി പഠിച്ചൊരു പണ്ഡിതനാ. അയാൾ ഉപരിപഠനം നടത്തിയത് ഹൈദരാബാദിലാ. ആ ബന്ധം വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് മുങ്ങിയത്. പിടിച്ചു. മതബോധമുള്ള, മതം പഠിച്ച, അത് എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ബിരുദധാരി, ബിരുദാനന്തര ബിരുദെടുത്ത പണ്ഡിതൻ തന്റെ ഭാര്യയെ കമ്പിപ്പാര കൊണ്ട് അടിച്ചു കൊന്നിരിക്കുന്നു. സംശയരോഗം. നഊദു ബില്ലാഹ്. നമ്മുടെ സമൂഹം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? എത്രയെത്ര സംഭവങ്ങളാണ്. 2.5 വയസ്സുള്ള കുട്ടിയെ കൊന്ന ഫായിസ് MDMA എന്ന ലഹരിക്ക് അടിമപ്പെട്ടതാണ് പ്രശ്നം. വെല്ലിമ്മയെ കൊന്ന പേരമകൻ തൃശ്ശൂർ ജില്ലയില് +2 പഠിക്കുന്ന പേരക്കുട്ടി, മകള് മരണപ്പെട്ടപ്പോ പൊന്നുപോലെ ആ വെല്ലിമ്മ ഈ കുട്ടിനെ വളർത്തിയതാ. +1 അവന് MDMA ശീലിച്ചു. +2 എത്തിയപ്പോൾ അവർക്ക് അതിന് പണം കിട്ടാതെ വന്നപ്പോ ഈ വെല്ലിമാനിയോട് കൊന്നാൽ എല്ലാം കയ്യിലാക്കാന്ന് വിചാരിച്ചു. പാവം, അവരെ കൊന്നുകളഞ്ഞു. എത്രമാത്രം പ്രതീക്ഷയിലാണ് ആ പേരക്കുട്ടിയെ സ്നേഹത്തോടെ അവർ വളർത്തിയത്. MDMA ആണ് അവിടെ വില്ലനായത്. ഗൾഫ് യാത്രയിൽ പ്രവാസികൾ പലതും പറന്നിറങ്ങി നമ്മുടെ നാട്ടിലെത്തുമ്പോ ഈ കരിപ്പൂരിൽ 29 പവൻ തങ്കക്കട്ടി വായില് ഒളിപ്പിച്ചിട്ട് മാസ്ക് ഇപ്പൊ പലർക്കും തട്ടിപ്പാണ്. കൊറോണ സമയത്തൊക്കെ വന്ന മാസ്ക് ഉണ്ടല്ലോ, മൂപ്പര് മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ മുണ്ടാതെ വരികയാണ്. അവസാനം പിടിച്ചപ്പോ വായിൽ സ്വർണ്ണക്കട്ടി ഒളിപ്പിച്ചതാ മാസ്കിന്റെ മറയിൽ. പിടിക്കപ്പെട്ടു. എന്താ പേര്? അബ്ദുൽ അഫ്ളൽ. മനോഹരമായ പേരുകൾ. 8 കഷ്ണങ്ങളാക്കി വായിലൊളിപ്പിച്ച് ആരെന്ത് ചോദിച്ചാലും മൗനവ്രതം, മാസ്ക് മറ. പുതിയ പുതിയ രീതികൾ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മാങ്കാവ് സ്വദേശി 215 ഗ്രാം ഇബ്രാഹിം ബാദുഷ സോക്സിൽ ഒളിപ്പിച്ചിട്ടാ കൊടുത്തത്. പിടിച്ചു. ഇബ്രാഹിം ബാദുഷ. എത്രമാത്രം സങ്കടപ്പെടണം ഈ ഉമ്മത്ത്. +2കാരി തന്റെ സ്കൂൾ ടൈമിൽ ആ സ്കൂളിൽ ബോധം കെട്ട് വീഴാൻ ഓളെ വരാന്തയിലേക്ക് പിടിച്ച് കിടത്തി. ഓളിങ്ങനെ വേർക്കുണ്ട്. അപ്പോ കാറ്റ് കിട്ടാൻ വേണ്ടി ഓളെ ഷൂ അയച്ചു. സോക്സ് ഒക്കെ അയക്കുമ്പോ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകാൻ. അപ്പൊ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റാമ്പ് സിന്തറ്റിക് ലഹരിയാണ്. ആ ലഹരിയുടെ അഗാധത്തിൽ അവള് വീണത്. ഇന്നല്ലെങ്കിൽ നാളെ കരിനച്ചിയിലെ നമ്മുടെ വീട്ടിലൊരു മെമ്പറും അങ്ങനെ വീണ് കിടക്കാൻ സാധ്യതയില്ലേ? ശ്രദ്ധ വേണ്ടേ? പരിഹാരം വേണ്ടേ? കുട്ടികൾക്ക് മടക്കയാത്രയെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, അള്ളാഹിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കലല്ലാതെ നിവൃത്തിയില്ല. കോഴിക്കോട് ഭിന്നശേഷിക്കാരനായ ഒരു യുവാവ് തന്റെ ഭാര്യയെ, മക്കളെ പോറ്റാൻ വേണ്ടി അവന്റെ യാചനയാണ് അവന്റെ മാർഗം. വേറൊന്നും അവന്റെ മുമ്പിലില്ല. ഭിന്നശേഷിക്കാരനാണ്. രാവിലെ മുതൽ അവന്റെ സഞ്ചി എടുത്ത് ഇങ്ങനെ പിരിച്ചുണ്ടാക്കിയ പൈസ വൈകുന്നേരം അവങ്ങനെ അവന്റെ സഞ്ചിയിലേക്ക് ആക്കിയിട്ട് കെട്ടിയിട്ട് അവന്റെ നടക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ ഒരുങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ അവന്റെ നെഞ്ചിനടിച്ച് വീഴ്ത്തിയിട്ട് ആ പൈസയും തട്ടിയിട്ട് ഓടുക. നഊദുബില്ലാഹ്. ചെറുപ്പളശ്ശേരിക്കാരൻ അബ്ദുള്ള. ആലോചിച്ചു നോക്കി നിങ്ങള്. അവനെ പിടിക്കുമ്പോൾ അവന്റെ ഉമ്മയുടെ അവസ്ഥ എന്താണ്? ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ കേൾക്കുന്ന, കാണുന്ന വാർത്തകളുടെ അവസ്ഥ എന്താണ്? പരലോകം മറന്നുകൊണ്ട്, മരണചിന്ത ഇല്ലാതെ നമ്മുടെ പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. മാഹിക്കും തലശ്ശേരിക്കും ഇടയിൽ നസ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മദ്യപിച്ചുകൊണ്ട്, ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു, ബഹളുണ്ടാക്കി, ബ്ലോക്കാക്കി. വനിതാ പോലീസ് വന്നപ്പോ ഡോർ തുറന്നിട്ട് വനിതാ പോലീസിനെ ചവിട്ടി. ഇപ്പോ പുറത്തു വരുന്ന വാർത്ത ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. നസ്രിയ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള എത്രയെത്ര വാർത്തകളാണ്. ഈ ലഹരിക്കടിമയായിക്കൊണ്ട് ഷമീർ ഇക്കഴിഞ്ഞ റമദാനിലെ നോമ്പിന്റെ പകലിൽ ഭാര്യയുമായി വഴക്കിട്ട് പിടിക്കാമെന്ന അമ്മായിമ്മയെ വെട്ടിക്കൊന്നു. 27 രാവിന്റെ തലേ ദിവസം പിതാവിനെ കൊലപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ. മലപ്പുറം വേങ്ങരയിൽ 50 വയസ്സുകാരൻ മുഹമ്മദ് അൻവർ, ഉപ്പ 75കാരനെ കൊന്നിരിക്കുന്നു. അബ്ദുറഹ്മാൻ മുണ്ടുമുറുക്കി കൊന്നതാ. അടുത്തുള്ള കുളത്ത് കൊണ്ടുപോയിട്ടതാ.
പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി തെളിഞ്ഞു. എത്രയെത്ര സംഭവങ്ങൾ. അപ്പോ ഇതെല്ലാം സംഭവിക്കുന്നത് കൊണ്ടെന്ന് ചോദിച്ചാൽ പുതിയ തലമുറ ഈ പരലോകം മറന്നുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹാരമാർഗം മതബോധം അവർക്ക് കൊടുക്കലാണ്, അറിവിന്റെ സദസ്സുകളിൽ അവരെ എത്തിക്കലാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഉമ്മു സുലൈം എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി, സ്വഹാബ വനിത. മാലിക് എന്ന് പറയുന്ന ഭർത്താവ് മരണപ്പെട്ടു. 8 വയസ്സുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കൊണ്ടുവരാൻ, നബിയെ ഇവനെ നിങ്ങൾ ദീൻ പഠിപ്പിക്കണം, ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ, നല്ല സ്വഭാവം പഠിക്കട്ടെ, ദീന് പഠിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അവൻ ഹിദ്മ ചെയ്യട്ടെ, ഞാൻ അതിനായി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. തഴവ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ ആ ഹദീസിനെ, ആ സംഭവത്തെ പാട്ടുരൂപത്തിൽ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അൽ മവാഹിബുൽ ജലിയ. ഇതെന്റെ കുഞ്ഞനസാണ് തങ്ങൾക്കുള്ളതാ, ഹിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ. കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന്, പ്രാർത്ഥിക്കു നബിയെ എന്റെ കുഞ്ഞനസിനെ. നബിയേതാ എന്റെ കുട്ടി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അക്സിർ മാല വവലദ. അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ധാരാളം ധനം കൊടുക്കണേ, മക്കളെയും കൊടുക്കണേ, ഇവനെ സ്വർഗത്തിലാക്കണേ. മഹാനായ സുഹാബി പറയുന്നു, ഞാനത് അനുഭവിച്ചു. 9 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മ ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസുകളാ, 2000-ൽ പരം ഹദീസുകൾ മഹാനവറുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. ആ മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിൽ ഒരുപാട് ധനം എനിക്ക് കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്നിൽ ഫലിച്ചു, ധാരാളം അറിവുകൾ എനിക്ക് കിട്ടി, എനിക്ക് ധാരാളം മക്കളുണ്ട്. 8 വയസ്സുള്ള എത്തിൻകുട്ടിന്റെ തലയിൽ കഴിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അന്ന് കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് കുറെ മക്കളെ കൊടുക്കുക. അദ്ദേഹത്തിന് 4 ഭാര്യമാരിൽ 80 മക്കൾ. ആ 80-ൽ 78 ആമക്കൾ, 2 പെൺമക്കൾ, പിന്നെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾ. 106 മക്കളും പേരക്കുട്ടികളായിട്ട് 106 ആളുകളെ കണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ അതിലേക്ക് ഉയർത്തിയത് ഒരു ഉമ്മയുടെ പ്രയത്നമാണ്, ഉമ്മു സുലൈം. അതുകൊണ്ട് മക്കളെ ദീൻ പഠിക്കാൻ, മക്കളെ മതബോധം ഉണ്ടാക്കാൻ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും പരലോക ചിന്ത നമുക്ക് മാത്രം പോരാ, നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം. എങ്കിലേ നമുക്കത് ഉപകരിക്കുകയുള്ളൂ എന്നത് ഗൗരവത്തോടെ ചിന്തിക്കണം. നൽകിബന് റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, എനിക്കതൊക്കെ കൊടുക്ക് റബ്ബേ. റളിയല്ലാഹു അൻഹു വറളു അൻഹു. സ്വർഗത്തിലാണ്, അള്ളാന്റെ തൃപ്തിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കിട്ടി, സ്വർഗവും കിട്ടി. പ്രിയപ്പെട്ടവരെ, ഈ മഹാഭാഗ്യമാണ് നമ്മുടെ മുൻഗാമികൾക്കുള്ളത്. അതുപോലുള്ള ഉമ്മമാരാവാൻ, അതുപോലുള്ള മക്കളാവാൻ, അതുപോലുള്ള സ്വഹാബിമാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആഖിറ ലോകത്തേക്ക് വേണ്ടി പണിയെടുക്കാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ നമുക്കുണ്ടാവണം, ഇബാദത്തുകളിൽ കണിശത നമുക്കുണ്ടാകണം, കുടുംബജീവിതത്തിൽ സൂക്ഷ്മതകൾ ഉണ്ടാകണം, മക്കളോടുള്ള ഇടപെടൽ ശരിയാവണം, അപ്പമാരോടുള്ള അദബുകൾ നമുക്കുണ്ടാകണം, ഉമ്മമാരെ ഏറെ ആദരിക്കണം, ജിനാസ സംസ്കരണത്തിൽ നമ്മൾ പങ്കെടുത്ത് പ്രതിഫലം വാങ്ങണം, രോഗികളെ നമ്മൾ സന്ദർശിക്കണം, അയൽവാസികൾക്ക് പ്രിയപ്പെട്ടവരാകണം, നമ്മുടെ നാട്ടിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ തണലാകണം. അങ്ങനെ ഒരു ആദർശത്തിന്റെ വക്താവ് പരലോക വിശ്വാസത്തോടെ അത് യഥാർത്ഥമാക്കി എങ്ങനെ ജീവിക്കണോ ആ നിലക്കൊക്കെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ വന്നുപോയ പാപങ്ങൾ ഗഫൂറും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മുട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അവരുടെ ഈമാൻ അനുസരിച്ച് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വീണ്ടും ഇതുപോലെ നമുക്ക് കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.